ഹൈന്ദവര് പറയുന്നുണ്ട്, മതമുള്ളവരും ഇല്ലാത്തവരും എല്ലാവരും പറയുന്നുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം എല്ലാവരും ആളാണ്. അല്ലാഹു തആല പറയുന്നു, മാ കാന ഇബ്രാഹിമു യഹൂദിയൻ വലാ നസ്റാനിയൻ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം യഹൂദിയല്ല, നസ്രാനിയല്ല, മുശ്രിക്കുകളിൽപ്പെട്ട ആളല്ല. വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ശരിയായ മുസ്ലിമായിരുന്നു. പിന്നെ എങ്ങനെ എല്ലാവരും അങ്ങനെ പറയുന്നത്? എല്ലാവരെയും സ്നേഹിക്കുന്ന നല്ലൊരു സ്വഭാവ ശൈലിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് എല്ലാവരെയും സ്നേഹിച്ച് ബഹുമാനിക്കുന്ന, എല്ലാവർക്കും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ സമീപിച്ചാൽ നമ്മൾ ആളാൻ തോന്നിപ്പോകും. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ സ്വഭാവം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വീട്ടില് ഒരു 60 വയസ്സായ ഒരു മനുഷ്യൻ വന്നു. കുറച്ച് ഭക്ഷണം തരുമെന്ന് ചോദിച്ചു. ഭക്ഷണം തരുമെന്ന് ചോദിച്ചപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിച്ചു, നീ ഏത് മതക്കാരനാണെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ മജൂസിയാണ്, തീയനെ ആരാധിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, നിനക്ക് ഭക്ഷണമല്ല, പോയിക്കോന്നു. അല്ലാഹു തആല മലക്കിനെ വിട്ടുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ചോദിച്ചു, ഇബ്രാഹിം നബിയെ, ആ മനുഷ്യനോട് നിങ്ങൾ എത്ര വയസ്സായി എന്നും ചോദിക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പോകാൻ ഒരുങ്ങുന്ന ആ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര വയസ്സായി? അദ്ദേഹം പറഞ്ഞു, 62. അല്ലാഹു തആല ചോദിച്ചു, 62 കൊല്ലം ആരാ ഭക്ഷണം കൊടുത്ത്? ഈ 62 കൊല്ലവും ആരാണ് ഇബ്രാഹിം നബിയെ ഭക്ഷണം കൊടുത്തത്? ഇപ്പോൾ നിങ്ങളോടൊന്ന് ഭക്ഷണം ചോദിച്ചപ്പോഴേക്ക് നിങ്ങൾ മതം ഏതാണെന്ന് ചോദിച്ചു. തിരിച്ചു പോകുന്ന അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഭക്ഷണം കൊടുത്ത് സൽക്കരിച്ചു. അപ്പോൾ ചോദിച്ചു, അല്ല, നേരത്തെ ഞാൻ മജൂസിയാണ് എന്ന് പറഞ്ഞപ്പോ എന്നെ പിരിച്ചുവിട്ട് നിങ്ങൾ എന്തേ ഇപ്പൊ വിളിച്ച് ഭക്ഷണം തന്നത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ഒന്നുമല്ല, നിന്നെയും എന്നെയും പടച്ചു പോറ്റി വളർത്തുന്ന ഖാലിഖായ റബ്ബ് തആല എന്നോട് ചോദിക്കാൻ പറഞ്ഞു, ഇബ്രാഹിം നബിയെ, ആ മനുഷ്യനോട് എത്ര വയസ്സായി എന്ന് ചോദിക്കൂന്ന് ഒരാള് വന്ന് നിങ്ങളോട് ചോദിച്ചില്ലേ വയസ്സെത്രയെന്ന്? അള്ളാഹു ചോദിക്കാൻ പറഞ്ഞതാണ്. 62 വയസ്സ് എന്ന് നിങ്ങൾ മറുപടി പറഞ്ഞല്ലോ. 62 കൊല്ലവും ആരാ ഭക്ഷണം കൊടുത്തത് എന്ന് അള്ളാഹു എന്നോട് ചോദിച്ചപ്പോ ഒരു നേരത്തെ ഭക്ഷണത്തിന് ഞാൻ നിങ്ങളെ തിരിച്ചുവിട്ടത് ശരിയായില്ല എന്ന് മനസ്സിലാക്കി ഭക്ഷണം തരാൻ വേണ്ടി വിളിച്ച് നിങ്ങൾക്ക് ഭക്ഷണം തന്നതാണ്. ആ മനുഷ്യൻ ചോദിച്ചു, 62 വർഷവും അള്ളാഹുവിനെ ആരാധിക്കാതെ ഞാൻ ഇങ്ങനെ നടന്നിട്ടും അള്ളാഹുവിന്റെ സമീപനം എന്നോട് ഇങ്ങനെയാണോ? ഞാൻ എന്തിനു മാറി നിൽക്കണം? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, റാസിഖായ റബ്ബിനല്ലേ ഞാൻ ഇബാദത്ത് എടുക്കേണ്ടത്, ഖാലിഖായ റബ്ബിനല്ലേ ഞാൻ ഇബാദത്ത് എടുക്കേണ്ടത്. എന്നെ സൃഷ്ടിച്ചവനും എനിക്ക് ഭക്ഷണം തരുന്നവനും അവനാണല്ലോ. എനിക്ക് ഭക്ഷണം തരുന്നവൻ മറ്റൊരാള്, ഞാൻ ആരാധന നടത്തുന്നത് പിന്നെ വേറെ. അത് ശരിയല്ലല്ലോ എന്ന് മനസ്സിലാക്കി ഞാനിപ്പോ തിരുത്തി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഭക്ഷണം കഴിച്ച് ആ മനുഷ്യൻ മനസ്സ് നന്നാക്കി. ഇരിക്കട്ടെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞില്ലേ, ഉമ്മരപ്പടി മാറ്റിവെക്കണമെന്ന് പറഞ്ഞില്ലേ പെണ്ണേ നിന്നോട്? അതെ പറഞ്ഞു. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥമെന്ന് മനസ്സിലായോ? നീ നിന്റെ എല്ലാ സാധനങ്ങളും എടുത്ത് നിന്റെ വീട്ടിലേക്ക് പോകണം. നിന്നെ ഒഴിവാക്കാനാണ് എന്റെ ഉപ്പ പറഞ്ഞത്. ആ വന്നത് എന്റെ ഉപ്പയാണ്. നിന്റെ സ്വഭാവം തീരെ ശരിയില്ല. നീ എന്റെ ഉപ്പാനെ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിച്ചില്ല, സംസാരിക്കേണ്ടതുപോലെ സംസാരിച്ചില്ല. ഒരു പ്രായമുള്ള വ്യക്തി എന്ന നിലക്ക് മാനിച്ച് സംസാരിക്കണ്ടേ, ബഹുമാനിച്ച് സംസാരിക്കണ്ടേ? നിന്റെ സംസാരവും നിന്റെ സ്വഭാവവും തീരെ ശരിയായില്ല. നിന്നെ മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ എന്റെ കുടുംബത്തിനൊരു ബർക്കത്തും ഉണ്ടാകൂല. നിന്റെ സ്വഭാവം ശരിയില്ല എന്നാണ് ഉപ്പ പറഞ്ഞത്. ഈ വീടിന്റെ ഉമ്മരപ്പടി പെണ്ണെ നീയാണ്. അതുകൊണ്ട് പെട്ടെന്ന് നിന്റെ കെട്ടും മാറാപ്പും മുഴുവനും എടുത്ത് നിന്റെ വീട്ടിലേക്ക് നീ പോയിക്കൊള്ളണം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ നിർദ്ദേശം അനുസരിച്ച് സ്വഭാവശുദ്ധി
ശുദ്ധിയില്ലാത്ത, പെരുമാറ്റത്തിന്റെ ശൈലി അറിയാത്ത ഈ ഇണയുമായി ജീവിച്ചാൽ അത് മക്കളിലേക്കും അതിന്റെ കേട് ബാധിക്കും, പേരക്കുട്ടികളിലേക്കും അതിന്റെ കേട് ബാധിക്കും എന്ന നിലക്ക് ജുർഹും ഗോത്രക്കാരിയായ ആ പെണ്ണിനെ ഒഴിവാക്കി ജുർഹും ഗോത്രക്കാര് തന്നെ ഈ പെണ്ണിനോട് സ്വഭാവത്തിന്റെയും മറ്റും വിഷയങ്ങൾ പറഞ്ഞു ഉപദേശിച്ചു. ഇരിക്കട്ടെ, അവര് പ്രശ്നങ്ങളും മറ്റൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഈ പെണ്ണിന്റെ അടുത്താണ് മുഴുവൻ സ്വഭാവക്കേടുമെന്ന് ഗോത്രക്കാര് പറഞ്ഞു. രണ്ടാമതും അതേ ഗോത്രത്തിൽ നിന്ന് മറ്റൊരു സഹോദരിയെ ഇസ്മായിൽ നബി അലൈഹിസ്സലാം വിവാഹം ചെയ്തു. വർഷം 1 കഴിഞ്ഞ ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാം വീണ്ടും മക്കയിൽ വന്നു. നമ്മൾ മനസ്സിലാക്കണം, മക്കയിൽ വന്നപ്പോ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അന്വേഷിച്ച് നേരത്തെ താമസിച്ചിരുന്ന വീട്ടിലേക്ക് ചെന്നു. സുബ്ഹാനല്ലാഹ്, വീട്ടിന്റെ അടുത്തെത്തിയപ്പോ വാഹനത്തിൽ നിന്നിറങ്ങാതെ വാഹനത്തിൽ ഇരിക്കുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. വീട്ടിലാളില്ലേ എന്ന് ചോദിച്ചപ്പോ പതുക്കെ കതക് തുറന്നു. കേറിക്കോളൂ, ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു രണ്ടാമത്തെ ഭാര്യ. ഇവിടെ ഇരിക്കാം, ഇവിടെ സ്ഥലമുണ്ട്, സൗകര്യമുണ്ട്, പുറത്ത് നിൽക്കേണ്ടതില്ലല്ലോ. അല്ല, ഞാൻ വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നില്ല എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു. വാഹനത്തിൽ നിന്ന് ഇറങ്ങാത്തതിന്റെ കാരണം സാറാ ബീവി റളിയല്ലാഹു അൻഹ അവിടെയുണ്ട്, ഹറമിന്റെ ഭാഗത്ത്. ഒരു റിപ്പോർട്ടിൽ കാണാം, സാറാ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെയും കുടുംബത്തിനെയും കണ്ടുവന്നോളൂ, വാഹനത്തിൽ നിന്ന് ഇറങ്ങണ്ട, വാഹനത്തിൽ നിന്ന് ഇറങ്ങാതെ സംസാരിച്ച് വേഗം വരാൻ വേണ്ടി പറഞ്ഞു. ശരി, എന്നാ ഞാൻ വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നില്ല എന്നുള്ള പിന്നെ ഇറങ്ങാൻ പാടില്ല, പിന്നെ ഇരുത്തിരിക്കണോ? അവിടെ ഇറങ്ങുന്നില്ല, ഇവിടെ ഒന്നും ഇറങ്ങാൻ പാടില്ല. ആ ഇരുത്ത് അങ്ങനെ തന്നെ ഇരുന്നു, ഇറങ്ങിയില്ല. എന്നിട്ട് സഹോദരങ്ങളെ, വെള്ളം കൊണ്ടുവരട്ടെന്ന് വെച്ചു കുടിക്കാൻ. വേണ്ടെന്നോ? എങ്ങനെ ജീവിതം? അപ്പാ പെണ്ണ് പറഞ്ഞു, ജീവിതം നല്ല റാഹത്തിലാണ്, സന്തോഷത്തിലാണ്. എന്തൊക്കെയാണ് ഭക്ഷണം എന്ന് ചോദിച്ചു. പെണ്ണ് പറഞ്ഞു, ഭക്ഷണം ഇടക്കിടക്ക് നല്ല മാംസം ഉണ്ടാകും, വെള്ളം എപ്പോഴും നിത്യമായി കിട്ടും, മാംസമുണ്ട്. അപ്പൊ ദുആ ചെയ്തു കൊടുത്തു, അല്ലാഹുമ്മ ബാരിക് ലഹും ഫീ ലഹ്മിഹിം വല്ലാഹുമ്മ ബാരിക് ലഹും ഫീ മാഇഹിം. വെള്ളത്തിൽ നീ കുടുംബത്തിന് ബർക്കത്ത് കൊടുക്കണം, മാംസത്തിൽ ബർക്കത്ത് കൊടുക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലം യകുൽ ലഹും യൗമഇദിൻ ഹബ്ബുൻ. അന്ന് അവർക്ക് ധാന്യം ഭക്ഷണമായിട്ടുണ്ടായിരുന്നില്ല. സാധാരണഗതിയിൽ ധാന്യം ഉണ്ടെങ്കിൽ അതിനും കൂടി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദ്വാർക്കുമായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് ഈ പ്രതികരിച്ച ഈ സഹോദരിയുടെ മറുപടി കൊണ്ട് കിട്ടിയ ദുആ കൊണ്ട് അന്ന് മുതൽ ഇന്ന് വരെ ഒരൊറ്റ സെക്കൻഡ് സമയം പോലും മക്കയിൽ വെള്ളം ഒഴിവില്ല, മാംസവും ഒഴിവില്ല. എപ്പോഴും കിട്ടും, ഏത് സമയത്ത് പോയാലും കിട്ടും, ഏത് നട്ടപ്പാതിര നേരത്തും കിട്ടും, വെള്ളവും കിട്ടും, മാംസവും കിട്ടും. അതാ പെണ്ണിന്റെ ശ്രേഷ്ഠമായ സ്വഭാവത്തിന്റെ ബറക്കത്താണ്. ചോദിച്ചപ്പോ നല്ല സന്തോഷത്തോടെ മറുപടി പറഞ്ഞു. ഭർത്താവ് എപ്പോഴാ വരാന്ന് ചോദിച്ചു. ഉച്ച കഴിയും വരാന്. ചില ദിവസങ്ങളിലൊക്കെ ഉച്ചക്ക് എത്തും, ചില സമയത്തൊക്കെ ഉച്ച കഴിയാറുണ്ട്. സലാം പറഞ്ഞു. പോകാൻ ഒരുങ്ങുമ്പോ നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കണം. പോകാൻ ഒരുങ്ങുമ്പോ ഇതെന്റെ ഭർത്താവിന്റെ ഉപ്പയാണ് എന്ന് അടയാളങ്ങളെ കൊണ്ട് മനസ്സിലാക്കിയ ആ പെൺകുട്ടി, ഉപ്പ പോകല്ലേ, ഒരു മിനിറ്റ് പോകരുത് എന്ന് പറഞ്ഞു. വീട്ടിന്റെ ഉള്ളിൽ പോയി ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നു. ആ വാഹനത്തിലേക്ക് കയറി നിൽക്കാൻ പറ്റുന്ന ഒരു മരത്തിന്റെ ഒരു മുട്ടി എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? മരത്തിന്റെ മുട്ടി കൊണ്ടുവന്ന് അടുത്ത് വെച്ച് അതിന്റെ മുകളിൽ കയറി പൊടിപടലങ്ങൾ പാറിയ താടിയും ತಲೆಮುಡಿಯು 4 ವರ್ಷದ ಶ್ರಮ 700ಕ್ಕೂ ಹೆಚ್ಚು ಪರೀಕ್ಷಾ ವಿಮಾನಗಳು ಅನಿಸ್ತಿತ್ತು ರೈಟ್ ಅಲ್ಲ ರಾಂಗ್ ಬ್ರದರ್ಸ್ ಅಂತ ಆದ್ರೆ ಕೊನೆಗೂ ವಿಮಾನನ ಹಾರಿಸ್ಬೇಕು ರೈಟ್ ಬ್ರದರ್ ಖಂಡಿತ ರೈಟ್ ಬ್ರದರ್ ബാപ്പയെ പോലെ തൊട്ട ഒതുമുറിയില്ല അമ്മോശനാണ് ഭർത്താവിന്റെ ഉപ്പയാണ് ആ ഉപ്പക്ക് ചെയ്യുന്ന സ്നേഹമസൃണമായ പെരുമാറ്റം വെള്ളം തൊട്ട് താടിയൊന്നിങ്ങനെ പൊടിപടലങ്ങൾ പാറിയ താടി പിന്നെ വെള്ളത്തിൽ തൊട്ട് തലമുടിയിൽ പാറിയ ആ പൊടികളൊക്കെ ഒന്ന് വൃത്തിയാക്കി റെഡിയാക്കി നല്ല റാഹത്താക്കുന്ന വാർന്ന് റെഡിയാക്കി കൊടുത്തു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് എന്തൊരു സന്തോഷം 700ಕ್ಕೂ ಹೆಚ್ಚು ಪರೀಕ್ಷಾ ವಿಮಾನಗಳು ಅನಿಸ್ತಿತ್ತು ರೈಟ್ ಅಲ್ಲ ರಾಂಗ್ ಬ್ರದರ್ಸ್ ಅಂತ ಆದ್ರೆ ಕೊನೆಗೂ ವಿಮಾನನ ಹಾರಿಸ್ಬೇಕು ഇങ്ങനെയല്ലേ പരിചരണം എന്ന് പറയുന്നത് ബാപ്പയെ പോലെ തൊട്ട ഒതുമുറി സ്നേഹത്തിന്റെ പരിചരണം നോക്ക് നിങ്ങൾ ഭർത്താവിന്റെ ഉപ്പയാണ് ഭർത്താവിനോട് സലാം പറയണം പെരുമാറ്റം ഈ വീടിന്റെ ഉമ്മരപ്പടി ഉറപ്പിക്കാനും വേണ്ടി പറയണം ഇബ്രാഹിം നബി അലൈഹി സ്വലാം പിരിഞ്ഞുപോയി
വൈകുന്നേരം ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നപ്പോൾ ഈ ഉടനെ തന്നെ ഈ പെണ്ണ് പറഞ്ഞു, ഇവിടെ അതാനാ ശൈഖുൻ ഹസനുൽ ഹൈഅതി വസ്സൂറ, ഇവിടെ ഒരു പ്രായം ഉള്ള ഒരു ഉപ്പ വന്നിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല സംസാരമാണ്, നല്ല സമ്പർക്കമാണ്. ഇറങ്ങട്ടെ എന്ന് ഞാൻ പലപ്പോഴും ചോദിച്ചു, ഇറങ്ങുന്നില്ലേ? നീ ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ആ ഉപ്പയുടെ താടിയും തലമുടിയും പൊടിപടലങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുത്തു. നമുക്ക് വേണ്ടി ബറക്കത്തിന് ദുആ ചെയ്തു. നിങ്ങൾക്കൊരു സലാം പറഞ്ഞിട്ടുണ്ട്, വീടിന്റെ ഉമ്മരപ്പടി ഉറപ്പിക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം പഴയ സംഭവ വികാസങ്ങളൊക്കെ പുതിയ ഭാര്യയോട് പങ്കുവെക്കുന്നത്. പെണ്ണെ, നിന്റെ സ്വഭാവം ഉപ്പാക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു, ബറക്കത്തിനും ദുആ ചെയ്തു അല്ലേ? മോക്ക് നിങ്ങള് ആ സഹോദരിയിൽ നിന്ന് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് 10 മക്കൾ ജനിച്ചു. സുബ്ഹാനല്ലാഹ്, നല്ല ബറക്കത്തുള്ള മക്കള്, നല്ല പൊരുത്തമുള്ള മക്കള്. സ്വഭാവം ശ്രേഷ്ഠമാണോ? സ്വഭാവം സുഹൃതമാണോ? കുടുംബത്തിന്റെ താവടിയിൽ എല്ലാവരിലും അത് നിയലിക്കും, എല്ലാവരിലും കാണാം ആ സ്വഭാവം. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന സ്വഭാവം ആരുടേതാണെന്നറിയുമോ? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്വഭാവമാണ്. ഇന്ന ഇബ്രാഹീമ ലഹലീമുൻ അവ്വാഹും മുനീബ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആരാണ്? ലഹലീമുൻ, വല്ലാതെ സഹനശീലമുള്ള ആളാണ്. അതേ, ശിക്ഷിക്കാൻ വേണ്ടി ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സവിധത്തിലേക്ക് മലക്കുകൾ പുറപ്പെടുന്ന സമയത്ത് ആ മലക്കുകളോട് റെക്കമെൻഡ് ചെയ്ത ആളാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. മലക്കുകളോട് പറഞ്ഞില്ലേ, മലക്കുകളെ, നിങ്ങൾ ആ നാട്ടുകാരെ ശിക്ഷിക്കാൻ പോവുകയാണോ? ഇന്ന ഫീഹാ ലൂത്താ, അവിടെ എന്റെ കുടുംബത്തിൽപ്പെട്ട, എന്റെ കുടുംബത്തിൽ ഒരു ബന്ധുവായ ലൂത്ത് നബി അലൈഹിസ്സലാം അവിടെയുണ്ട്. മലക്കുകൾ പറഞ്ഞു, നഹ്നു അഅലമു ബിമൻ ഫീഹാ, അവിടെ ആരൊക്കെ ഉണ്ട് എന്ന് കൃത്യമായ കണക്ക് നമ്മുടെ വക്കലുണ്ട്, നമുക്കറിയാം. ലനുനജ്ജിയന്നഹു വഅഹ്ലഹു ഇല്ലംറഅതഹു, ലൂത്ത് നബിയെയും മക്കളെയും നമ്മൾ രക്ഷപ്പെടുത്തും, ശിക്ഷയിൽ അവരാകപ്പെടുത്തുകയില്ല. ശിക്ഷിക്കാൻ പോകുന്ന ആ വിഭാഗത്തിന് വേണ്ടി ഇത്രമാത്രം റെക്കമെൻഡ് നടത്താനുള്ള ഒരു മനസ്ഥിതി വന്നത്. ഇന്ന ഇബ്രാഹീമ ലഹലീമുൻ അവ്വാഹും മുനീബ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം വല്ലാതെ സഹനശീലമുള്ള നേതാവാണ്. അതുകൊണ്ടല്ലേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലും അതേ സ്വഭാവം വന്നത്. 70 ചില്ലാനം വരുന്ന തടവുകാരെ, യുദ്ധ തടവുകാരെ, ബദറിൽ നിന്ന് തടവിലാക്കിയ ആളുകളെ എന്ത് ചെയ്യണമെന്ന് സ്വഹാബത്തിനോട് ചോദിച്ചപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശം വന്നു. അല്ലാഹുവിന്റെ റസൂലേ, അവര് അല്ലാഹുവിന്റെ ശത്രുക്കളല്ലേ, ദീനിന്റെ ശത്രുക്കളല്ലേ, അങ്ങയുടെ ശത്രുക്കളല്ലേ, നമുക്ക് അവരെ അങ്ങ് കഥ കഴിച്ചു കളയാം. 10 പേരെ എന്റെ മക്കൾ തരിക, 10 പേരെ സിദ്ദീഖ് തങ്ങളെ മക്കൾ കൊടുക്കുക, 10 പേരെ മറ്റൊരാളെ മക്കൾ കൊടുക്കുക. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളെ കുടുംബക്കാരും നാട്ടുകാരുമല്ലേ അവര്, നമ്മുടെ നാട്ടുകാരല്ലേ, മക്കക്കാരല്ലേ, ഒന്നും ചെയ്യാതെ വിട്ടേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ തീരുമാനിച്ചത്? അതേ, മോചനദ്രവ്യം നൽകുന്നവർ നൽകിക്കോട്ടെ, എന്നിട്ട് അവര് തടവറയിൽ നിന്ന് മോചനം കിട്ടി നാട്ടിലേക്ക് പോയിക്കോട്ടെ. നിങ്ങൾ നോക്ക്, അവരെ ശിക്ഷിക്കാനല്ലല്ലോ തങ്ങൾ ഉത്തരവിട്ടത്, സൗജന്യമായി വിടാനുമല്ലല്ലോ ഉത്തരവിട്ടത്. ആർക്കും അംഗീകാരമുള്ള സഹനശീലത്തിന്റെ ഒരു സ്വഭാവം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുത്തത്, അവിടുത്തെ സ്വഭാവത്തിൽ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്വഭാവമാണ്. ഞാൻ എന്തിനാണ് ആമുഖമായത് പറഞ്ഞത്? സ്വഭാവം വിശുദ്ധമാണോ, ആ വീട്ടിൽ
വീട്ടിൽ എത്ര സൗകര്യം കുറഞ്ഞാലും താമസിക്കാൻ നല്ല സുഖമാണ്. സ്വഭാവം മോശമാണോ, ആ വീട് എത്ര സ്റ്റെപ്പ് ഉയരത്തിലുള്ളതാണെങ്കിലും, എത്ര ടെറസ് കൂടിയതാണെങ്കിലും, എത്ര എയർ കണ്ടീഷൻ സൗകര്യം ഫുള്ളാണെങ്കിലും, സ്വഭാവം മോശമാണോ തലവേദന മാറിക്കിട്ടൂല. സ്വഭാവം നല്ല രൂപത്തിലാണോ ജീവിതവും ഖൈറാണ്, ആഖിറവും ഖൈറാണ്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ സാധുക്കളായി നടക്കുന്ന, പാവങ്ങളായി നടക്കുന്ന, ഒരു സൗകര്യങ്ങളും സംവിധാനങ്ങളും ഇല്ലാത്ത ആളുകളും നാളെ ആഖിറത്തിലെത്തുമ്പോ മുൻപന്തിയിൽ മുന്നോട്ട് പോകുന്ന ആളുകളെ കാണാം. എന്തേ അവര് മുന്നോട്ട് പോകാനുള്ള കാരണം അവരെ സ്വഭാവത്തിന്റെ പരിശുദ്ധി കൊണ്ടാണ്. സ്വീകരിക്കേണ്ട സ്വഭാവം, ആഖിറത്തിൽ വിജയിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കേണ്ട സ്വഭാവം ആരുടെ സ്വഭാവമാണ്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവമാണ്. അതല്ലേ സ്വഭാവങ്ങളിൽ ഏറ്റവും പരിശുദ്ധിയാർന്ന സ്വഭാവം, എല്ലാ അമ്പിയാക്കളും പരസ്യപ്പെടുത്തിയ സ്വഭാവം, എല്ലാ അമ്പിയാക്കളും ഭാഗധേയമായ സ്വഭാവം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവമാണ്. ആ സ്വഭാവത്തിൽ നിന്ന് 7 എണ്ണമാണ്, അതല്ല 10 എണ്ണമാണ്. മറ്റൊരു നിലക്ക് പറഞ്ഞാൽ സൂറത്തുൽ മുഅ്മിനൂനയുടെ തുടക്കത്തിൽ നമ്മൾ നേരത്തെ ഓതി വെച്ചത്, ബീവി ആയിഷ റളിയല്ലാഹു അൻഹയോട് വന്നിട്ട് ഒരാൾ ചോദിച്ചു, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ്? ബീവി ചോദിച്ചു, നിങ്ങൾ ഖുർആൻ ഓതാറില്ലേ? സൂറത്തുൽ മുഅ്മിനൂന എന്നൊരു സൂറത്ത് ഖുർആനിൽ കണ്ടിട്ടില്ലേ? അതിൽ വിശദീകരിച്ചിട്ടുണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ്. ആ സ്വഭാവമാണ് മുഅ്മിനീങ്ങളെ സ്വീകരിക്കേണ്ടത്. 2 ലോകത്തും ആ സ്വഭാവം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ വിജയിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസ്കൃതിയും അത് സ്വീകരിക്കാതെ വിജയിക്കാൻ ഒരൊറ്റ മുഅ്മിനിനും സാധ്യമല്ല. വിജയം വേണോ? ദുനിയാവിലും ആഖിറത്തിലും വിജയം വേണോ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവങ്ങൾ സ്വീകരിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല അതാണ് പറയുന്നത്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു, നിശ്ചയം വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു, വിശ്വാസികൾ വിജയിച്ചു, നിശ്ചയം. എന്താണ് ഇവിടുത്തെ സ്വഭാവം പറയുന്നത്? ഈമാനാണ്. വിജയിക്കണമോ? ഈമാന് വേണം. ഉസ്താദേ, ദുനിയാവിൽ ജയിക്കാൻ ഈമാന് വേണോ? യഥാർത്ഥ വിജയം എന്ന് പറയുന്ന വിജയത്തിന് ഈമാന് വേണം. മറ്റുള്ള വിജയങ്ങളൊന്നും യഥാർത്ഥ വിജയമായി കാണാൻ പറ്റിയ വിജയമല്ല. ഈമാനില്ലേ ആഖിറത്തിൽ ജയിക്കാൻ പറ്റൂലേ? ജയിക്കാൻ പറ്റൂല. ഈമാനില്ലേ ആഖിറത്തിൽ ഒരൊറ്റ സ്ഥലത്തും വിജയിക്കാൻ പറ്റൂല. ഈമാനിന് കേടുപാട് പറ്റിയോ എല്ലാ സ്ഥലങ്ങളിലും പുറം തള്ളപ്പെട്ടു പോകും. ശരിയായ ഈമാനുണ്ടോ എല്ലാ ഘട്ടങ്ങളിലും വിജയം കിട്ടും. നിനക്ക് ഖബറിൽ വിജയിക്കണോ മനുഷ്യ? മരണനേരത്ത് വിജയിക്കണോ? അതിനേറ്റവും അനിവാര്യമായ സ്വഭാവമാണ് ഈമാന്. നിന്റെ ജീവിതത്തിൽ നീ കരുപ്പിടിപ്പിക്കേണ്ട ഒന്നാണ് ഈമാന്. കെട്ടുപോകുന്നത് പേടിക്കേണ്ട ഒരു വിഷയമാണ് ഈമാന്. സുബ്ഹാന ജല്ല ജലാലുഹു, ഈമാനിന്റെ വിഷയത്തിൽ പിറകോട്ട് പോകരുത്. അള്ളാഹുവിലുള്ള ഈമാന് ശരിയായ രൂപത്തിലുള്ള ഈമാനാകണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുള്ള ഈമാന് ശരിയായ രൂപത്തിലുള്ള ഈമാനാകണം. അമ്പിയാക്കളിലും ഔലിയാക്കളിലും അതുപോലെ തന്നെ യൗമുൽ ആഖിറിലും അതുപോലെ തന്നെ ഖദർ ഖലായിലും എല്ലാ വിഷയങ്ങളിലും ഉള്ള ഈമാൻ അത് ശരിയായ ഈമാനാകണം. എവിടെയെങ്കിലും ഈമാനിന് കേടുപാട് സംഭവിക്കുന്നുണ്ടോ ഒരൊറ്റ വിഷയത്തിലായിക്കോട്ടെ സംഗതി പോക്കായി പോകും. അള്ളാഹുവിൽ ഒരാൾക്ക് വിശ്വാസമുണ്ടോ? അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ശരിയായ നിലക്ക് ഈമാൻ ഉണ്ടാകണം. ആര് വിശ്വസിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ, താബിയുകൾ വിശ്വസിച്ചതുപോലെ, തബഉ താബിയുകൾ വിശ്വസിച്ചതുപോലെ,
മാറ്റമില്ലാത്ത നല്ല ഈമാന് വേണം. ഈമാനിന് അവിടെ ചെറിയൊരു കറ ബാധിച്ചോ കാര്യം പോക്കാണ്. അള്ളാഹുവിൽ നിനക്ക് വിശ്വാസമുണ്ട്, നിസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ റെഡിയാണ്. പക്ഷേ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ശരിയായ ഈമാനില്ലേ, നിന്റെ കാര്യം പോക്ക് തന്നെയാണ്. കണ്ടില്ലേ നിങ്ങള്, മദീനയിൽ അധിക ജമാഅത്തിനും മുൻപന്തിയിലെത്തിയിരുന്ന ഒരു മനുഷ്യനായിരുന്നു അബ്ദുല്ലാഹിബിൻ ഉബയ്യിബിൻ സലൂൽ എന്ന് പറയുന്ന മനുഷ്യൻ. ആ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു ചൊല്ലണ്ട, മുനാഫിഖുകളിൽപ്പെട്ട ഒരു മനുഷ്യനാണ് അബ്ദുല്ലാഹിബിൻ ഉബയ്യിബിൻ സലൂല്. ചിലപ്പോ ഒന്നാമത്തെ സൊഫിലൊക്കെ നേരെ ജമാഅത്തിന് പങ്കെടുക്കാനെത്തും. സൊഫ് ശരിയാക്കും ചില സമയങ്ങളിലൊക്കെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ജമാഅത്തിന് കുറവില്ല, നിസ്കാരത്തിന് കുറവില്ല. എവിടെയാണ് ആ മനുഷ്യന്റെ കുറവെന്നറിയുമോ? സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ മുത്തുനബി തങ്ങളെ വിശ്വസിക്കാൻ ആ മനുഷ്യന് കഴിഞ്ഞില്ല. അവിടെയാണ് ഒരൊറ്റ ഉദാഹരണം പറയാം. ബനുൽ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഈ മനുഷ്യൻ, അയാളെ കുറച്ച് കൂടെ നിന്ന് സംസാരിക്കുന്ന കുറച്ച് ശിങ്കിടികളുണ്ട്. അയാളെ കൂടെ നിന്നുകൊണ്ട് എപ്പോഴും കാര്യങ്ങളൊക്കെ പറയും. അവരോടൊരു സ്വകാര്യം പറഞ്ഞു കൊടുത്തു ഈ മനുഷ്യൻ. എന്താ സ്വകാര്യം? മദീനയിലെത്തട്ടെ, ഈ ദുർബല വിഭാഗത്തെ അവിടെ നാട്ടി പുറത്താക്കും. നമ്മളല്ലേ നേരത്തെ മദീനയിലുള്ള ആൾക്കാർ. മദീനയിൽ ഇവരെ മുന്നിൽ വന്ന് പാർത്ത ആൾക്കാരല്ലേ നമ്മള്, ഔസ് ഖസറജ് ഗോത്രക്കാർ. നമ്മളെ അന്തസ്സുള്ളല്ലോ. ഇവര് പിന്നീട് കുടിയടിപ്പാർത്ത പാവങ്ങളല്ലേ. പ്രയോഗിച്ച പ്രയോഗം ഒരു പടുജാഹിൽ പോലും പ്രയോഗിക്കാത്ത പ്രയോഗമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയും സഹാബത്തിനെ പറ്റിയും ആ മനുഷ്യൻ കാതോരം പറഞ്ഞ് പ്രചരിപ്പിച്ചത്. അതല്ല് എന്നൊരു അറബി വാക്ക്. ആ വാക്കിന്റെ നേർക്കുനേരെ അർത്ഥം നിന്യൻ, നീചൻ, നികൃഷ്ടൻ, നിസാരൻ എന്നർത്ഥമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി അങ്ങനത്തെ ഒരു വാക്ക്. അങ്ങനെ ഒരു വാക്ക് കാതോരം ഒരാൾ പറഞ്ഞാൽ അല്ലാഹു തആല വെറുതെ ഇരിക്കുമോ? ഉടനെ തന്നെ അല്ലാഹു തആല അത് പരസ്യമാക്കിയില്ലേ? എങ്ങനെയാണ് അല്ലാഹു തആല പറഞ്ഞു കൊടുത്തത് നബിയേ? അവരെ കൂട്ടത്തിൽ തന്നെ ഒരു വിഭാഗം ആളുകളുണ്ട്. അവർ പറയുന്നുണ്ട്, ലയർജഅനാ ഇലൽ മദീനതി ലയുഖ്രിജന്നൽ അഅസ്സു മിൻഹൽ അദൽ വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വൽ മുഅ്മിനീൻ വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. മുനാഫിഖുകളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗമുണ്ട്. അവരുടെ വർത്തമാനം എന്താണെന്നറിയോ? കാതോരമാണ് സഹോദരങ്ങളെ പറഞ്ഞത്. കാതോരം പറഞ്ഞാലും ശരി, പരസ്യമായി പറഞ്ഞാലും ശരി, അള്ളാഹുവിന്റെ ഹബീബിനെ എതിർക്കുന്ന രീതിയിലുള്ള, ഇകഴ്ത്തുന്ന രീതിയിലുള്ള ഒരു ഭാഷയാണോ? റബ്ബദിന് മറുപടി പറയും എന്നത് ഉറപ്പാണ്. ഒന്നല്ലല്ലോ, ഖുർആനിൽ അങ്ങനെ ധാരാളം സംഗതികളില്ലേ? മുത്തുനബി തങ്ങളെ വിലയിടിക്കുന്ന രീതിയിൽ ഒരു വർത്തമാനം ആര് പറഞ്ഞാലും ശരി, എത്ര വലിയ ഗോത്രത്തലവൻ പറഞ്ഞാലും ശരി, എത്ര വലിയ പ്രഭുത്വമുള്ളവൻ പറഞ്ഞാലും ശരി, അള്ളാഹുവിന്റെ ഹബീബിനെ കേട്ടുന്നൊരു വർത്തമാനമാണോ? റബ്ബ് നോക്കി നിൽക്കില്ല. ലോകത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കളെ പോലെ അവര് മറുപടി പറഞ്ഞതുപോലെ നബി തങ്ങളെ മറുപടി പറയാൻ അള്ളാഹു വിടില്ല. മറുപടി അള്ളാഹു തആല ഡയറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കും. അവരെ കൂട്ടത്തിൽ ഒരു വിഭാഗം പറയുന്നുണ്ട്, ലയർജഅനാ ഇലൽ മദീനതി ലയുഖ്രിജന്നൽ അഅസ്സു മിൻഹൽ അദൽ. ബനുൽ മുസ്തലഖിൽ നിന്ന് നമ്മൾ മദീനയിൽ മടങ്ങിയെത്തട്ടെ. നമ്മൾ ഈ പ്രബല വിഭാഗം, ദുർബല വിഭാഗമായ ഈ നബി തങ്ങളെയും സഹാബത്തിനെയും മദീനയിൽ നിന്ന് ആട്ടി അങ്ങ് പുറത്താക്കും. അവരോട് പറഞ്ഞേക്കണം നബിയെ, അവർക്കല്ല അന്തസ്സുള്ളത്, അവർക്കല്ല യശസ്സുള്ളത്. വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. യഥാർത്ഥ അഭിമാനം അല്ലാഹുവിനാണ്, അല്ലാഹുവിന്റെ റസൂലിനുമാണ്, മുഅ്മിനീങ്ങൾക്കുമാണ്. മുനാഫിഖീങ്ങൾക്ക് ലാ യഅലമൂൻ, അവർക്ക് കഥയറിയില്ല, വിവരം ഇല്ലാത്തവരാണവർ. ആയത്തങ്ങോട്ട് ഉടനെ മറുപടിയായി ഇറങ്ങിയില്ലേ? ഇറങ്ങിയപ്പോ പലരും പറഞ്ഞു, നിങ്ങൾ ഇപ്പൊ കാതോരം പറഞ്ഞില്ലേ, ആ മറുപടി വന്നു എന്ന് ചോദിച്ചു.
നിങ്ങളിപ്പോ പറഞ്ഞതിനല്ലേ ആ മറുപടി വന്നത്. അബ്ദുല്ലാഹിബ്നു ഉബൈ ഇബ്നു സലൂൽ ആകെ തരിച്ചുപോയി. ഞാനിവിടെ കാതോരം പറഞ്ഞൊരു വിഷയമാണ്, സ്വകാര്യം പറഞ്ഞതാണ്. സ്വകാര്യം പറഞ്ഞതാണെങ്കിലും ശരി, പരസ്യമായി പറഞ്ഞതാണെങ്കിലും ശരി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കെതിരെയാണോ പറഞ്ഞത്? ശക്തമായ അല്ലാഹു മറുപടി കൊടുക്കും. ആ മറുപടിയാണ് കിട്ടിയത്. അപ്പൊ പലരും പറഞ്ഞു, നിങ്ങൾ പോയിട്ട് പൊരുത്തപ്പെടിക്കുക നല്ലത്. നിങ്ങളെ പറഞ്ഞത് ശരിയായില്ല, ഭാഷ ശരിയായിട്ടില്ല, പൊരുത്തപ്പെടിക്കണം നിങ്ങൾ പോയിട്ട്. സാധാരണ ഉള്ളൊരു സംഗതിയാണ് പൊരുത്തപ്പെടിക്കുക എന്നുള്ളത്. എങ്ങനെയാ പൊരുത്തപ്പെടിക്കല്? സ്വഹാബത്ത് വന്നിട്ട് പറയും, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ ആ പറഞ്ഞത് അബദ്ധമായിപ്പോയി, എനിക്കത് മാപ്പാക്കി തരാം, അള്ളാഹുവിനോട് തങ്ങൾ ദ്വാരക്കണം, ഇസ്തഗ്ഫിർ ലി യാ റസൂലല്ലാഹ്, എനിക്കത് പുറത്തു കിട്ടാൻ വേണ്ടി തങ്ങളൊന്ന് അള്ളാഹുവിനോട് പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അള്ളാഹുവിനോട് മാപ്പ് ചോദിച്ചാൽ അള്ളാഹു മാപ്പ് കൊടുത്താൽ ആള് രക്ഷപ്പെടും. അങ്ങനെ ഒന്നും രണ്ട് സംഗതിയല്ല, നേരത്തെ പലതും ഉണ്ടായിട്ടില്ലേ? മാപ്പ് എത്ര ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, എത്ര ആൾക്ക് വേണ്ടി നബി നിങ്ങൾ പൊറുക്കലിനെ തേടി കൊടുത്തിട്ടുണ്ട്. കുടുംബക്കാര് വരെ പറഞ്ഞു, അബ്ദുല്ലാഹിബ്നു ഉബൈ ഇബ്നു സലൂലിനോട് നിങ്ങൾ പോയിട്ട് മാപ്പ് ചോദിക്കണം. പക്ഷെ ആ മനുഷ്യന്റെ മനസ്സിന്റെ നിഫാഖ് അതിന് സമ്മതിക്കണ്ടേ? കാപ്പട്യം അതിന് സമ്മതിക്കണ്ടേ സഹോദരങ്ങളെ? അബ്ദുല്ലാഹിബ്നു ഉബൈ ഇബ്നു സലൂൽ പറഞ്ഞു, നിങ്ങൾ എന്നോട് വിശ്വസിക്കാൻ പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചു, നിസ്കരിക്കാൻ പറഞ്ഞപ്പോ ഞാൻ നിസ്കരിച്ചു, സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞപ്പോ ഞാൻ സക്കാത്ത് കൊടുത്തു. ഇപ്പോൾ നിങ്ങൾ എന്നോട് പറയുന്നത് മുഹമ്മദിന് സുജൂദ് ചെയ്യാനാണോ? എന്നെ അതിന് കിട്ടുകയില്ല. നോക്ക്, നിങ്ങൾ സുജൂദ് ചെയ്യാൻ ആരും പറഞ്ഞിട്ടില്ല, ആരും പറയില്ല. ഇസ്തിഗ്ഫാർ ചോദിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ആ മനുഷ്യന്റെ ഭാഷ കണ്ടോ? മുത്തുനബി തങ്ങളോടൊന്ന് പൊരുത്തം ചോദിക്കാൻ കഴിയൂല. ആ മനുഷ്യന്റെ മനസ്സിലുള്ള കാപട്യമാണത്. പക്ഷേ അബ്ദുല്ലാഹിബ്നു ഉബൈ ഇബ്നു സലൂലിന് ഒരു മകനുണ്ട്, അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. ആ മകൻ ബാപ്പയെ തടഞ്ഞു നിർത്തി മദീനയുടെ അതിർത്തിയില്. ബാപ്പ ഈ വാക്ക് പറഞ്ഞതിന്റെ പേരിൽ മകൻ പറഞ്ഞു ബാപ്പാനോട്, ബാപ്പാ, അല്ലാഹു റസൂലുഹു അഅസ്സു വഅക്രം എന്ന് നിങ്ങളെ നാവ് കൊണ്ട് തിരുത്തി പറഞ്ഞാലേ മദീനയിലേക്ക് ഇങ്ങോട്ട് കയറ്റുള്ളൂ, അല്ലെങ്കിൽ മദീനയിലേക്ക് നിങ്ങൾ കയറാൻ പാടില്ല. മദീനയുടെ അതിർത്തിയില് സ്വന്തം ബാപ്പാനെ തടഞ്ഞു നിർത്തിയിട്ട് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹിബ്നു ഉബൈ ഇബ്നു സലൂൽ എന്ന ബാപ്പയോട് പറഞ്ഞു, നിങ്ങളെ നാവ് കൊണ്ട് നേരത്തെ പറഞ്ഞത് തിരുത്തി പറയണം, തിരുത്തി പറഞ്ഞെങ്കിലേ നിങ്ങളെ ഇങ്ങോട്ട് കയറ്റിവിടൂ. ഒരു നിലക്കും മകൻ സമ്മതിക്കാതെ വന്നപ്പോ ആ ബാപ്പ തുറന്നു പറഞ്ഞു, അല്ലാഹു റസൂലുഹു അഅസ്സു വഅക്രം, അല്ലാഹുവും റസൂലുമാണ് ഏറ്റവും വലിയ അഭിമാനമുള്ളവര് എന്ന് തുറന്നു പറഞ്ഞു. അപ്പൊ ബാപ്പാനോട് കേറിക്കോളൂ എന്ന് പറഞ്ഞു. ബാപ്പാനെ തടഞ്ഞു നിർത്തിയിട്ട് ഞാൻ ഇങ്ങനെ പറയിപ്പിച്ചു എന്ന വിവരം ഈ സ്വഹാബി പോയിട്ട് പറഞ്ഞു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു കൊടുത്തു, നിങ്ങൾക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, നിങ്ങൾ ചെയ്തത് നല്ല കാര്യമാണ്. നോക്ക്, നിങ്ങൾ സ്വന്തം ബാപ്പാന്റെ ഈമാന് വേണ്ടി ആ മകൻ എത്ര കഠിനാധ്വാനം ചെയ്തു. പക്ഷേ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഒരു തൗഫീഖും കൂടി വേണ്ടേ? ഈമാൻ ഇല്ലെങ്കിൽ കാര്യം പോയില്ലേ? ആ മനുഷ്യൻ എത്ര പറഞ്ഞാലും എത്ര വിഷയം പറഞ്ഞാലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇകഴ്ത്തുന്ന എന്തെങ്കിലും കാര്യങ്ങളിൽ ഏതെങ്കിലും രൂപത്തിൽ വളച്ചൊടിച്ച് ഒന്ന് തിരിച്ചു മറിച്ച് പറയാനുള്ള ശ്രമം ഉണ്ടാക്കും. ചിലപ്പോൾ ഒരു യാത്രയായിരിക്കും, ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഅദ് പറയുകയായിരിക്കും, അവർക്ക് ഖുർആൻ ഓതി വിശദീകരിച്ചു കൊടുക്കുകയായിരിക്കും. എന്തെങ്കിലും ഒരു വീക്ക്നെസ് ഉണ്ടാക്കി പറയാൻ പറ്റുമോ നിങ്ങനെ നോക്കൂ. എന്നിട്ട് അതും ഇതും പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ അധിക്ഷേപത്തിന്റെ ഭാഗങ്ങൾ ചൊരിയും. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇകഴ്ത്തുന്ന ഏതെങ്കിലും ഒരു ഭാഷ അത് അബ്ദുല്ലാഹിബ്നു ഉബൈ ഇബ്നു സലൂലിന് വലിയ ഇഷ്ടമാണ്. അബ്ദുല്ലാഹിബ്നു ഉബൈ ഇബ്നു സലൂല് അവന് ഈ നിഫാഖോടെ അങ്ങനെ ജീവിച്ച് മുത്തുനബി തങ്ങളോട് പൊരുത്തം ചോദിക്കാതെ, പറഞ്ഞ വാക്കിന് അല്ലാഹുവിൽ നിന്ന് മാപ്പ് ചോദിക്കാതെ അങ്ങനെ ജീവിച്ചു പോയ മനുഷ്യൻ മരണപ്പെട്ട സമയത്ത് മദീന പള്ളിയിൽ ജനാസ കൊണ്ടുവന്നപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുത്തുനബി തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഇക്കിടക്കുന്ന മനുഷ്യനെ നിങ്ങൾ നിസ്കരിക്കുകയാണോ? ആദ്യമായി അങ്ങയുടെ ഇൽമുൽ ഗൈബ് നിഷേധിച്ചൊരു മനുഷ്യനുണ്ടെങ്കിൽ ഇക്കിടക്കുന്ന മനുഷ്യനാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്കെതിരെ വ്യഭിചാരാരോപണം നടത്തിയത് തുടക്കം കുറിച്ചത് ഇക്കിടക്കുന്ന മനുഷ്യനാണ്. എന്തെല്ലാം വിഷയങ്ങളാണ് തങ്ങൾക്കെതിരെ പറഞ്ഞത്?
നിസ്കരിക്കാണോ നബിയെ? റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിസ്കരിക്കണ്ട എന്നൊരു നിർദ്ദേശം അള്ളാഹുവിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടില്ല. നിസ്കരിക്കണമെങ്കിൽ എനിക്ക് നിസ്കരിക്കാൻ പോകണമെങ്കിൽ പോകാം, കണ്ടാലൊന്ന് ചെയ്യാം. ഞാനിപ്പോ നിസ്കരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞ് മുന്നോട്ട് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹയി വരുന്ന ഒരു അവസ്ഥ സ്വഹാബത്ത് കണ്ടു. ഉടനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമറേ, നിങ്ങൾ പറഞ്ഞ കാര്യത്തോട് എത്ര പെട്ടെന്നാണ് അല്ലാഹു തആല യോജിച്ചത്. നിങ്ങൾ പറഞ്ഞ വിഷയത്തോട് എത്ര പെട്ടെന്നാണ് അല്ലാഹു തആല സപ്പോർട്ട് ചെയ്തത്. റബ്ബ് തആല എനിക്ക് നിർദ്ദേശം നൽകി, വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദാ. ഈ കമ്പനിയിൽപ്പെട്ട ആര് മരിച്ചാലും തങ്ങൾ നിസ്കരിച്ചു പോകരുത് നബിയേ. നിസ്കരിക്കരുത് എന്ന് മാത്രമല്ല, വലാ തഖും അലാ ഖബ്രിഹി, അവന്റെ ഖബറും പുറത്തു പോലും തങ്ങൾ നിന്നു പോകരുത്. തങ്ങൾ ഏതെങ്കിലും ഒരു ഖബറിന്റെ സമീപത്ത് നിന്നാല് ബാക്കിയുള്ള ഖബറാളികൾക്ക് അത് വെളിച്ചമാണ്, അവർക്ക് സന്തോഷമാണ്, ശിക്ഷയിൽ നിന്നവർക്ക് ഇളവാണ്. ഒന്ന് നിന്നാൽ തന്നെ അവർക്ക് ആനന്ദമാണ്. നിന്നേക്കരുത് നബിയെ, വലാ തഖും അലാ ഖബ്രിഹി. ഇത്തരക്കാരിൽപ്പെട്ട ആര് മരിച്ചാലും നിസ്കരിക്കരുത്, ഖബറും പുറത്ത് നിൽക്കരുത്. എന്തേ കാരണം? നിസ്കരിക്കാത്തതാണോ പ്രശ്നം? ഹജ്ജ് ചെയ്യാത്തതാണോ പ്രശ്നം? സകാത്ത് കൊടുക്കാത്തതാണോ പ്രശ്നം? അല്ല, ഈമാനാണ് പ്രശ്നം. ഇന്നഹും കഫറൂ ബില്ലാഹി വറസൂലിഹി വമാതു വഹും ഫാസിഖൂൻ. ശരിയായ ഈമാനില്ലാതെയാ മരിച്ചുപോയത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ശരിയായ ഈമാനില്ലേ, ആഖിറത്തിൽ രക്ഷപ്പെടുമെന്നൊരാളും വിചാരിക്കരുത്. യഥാർത്ഥ ഈമാനുണ്ടോ അവരെ രക്ഷപ്പെടൂ. യഥാർത്ഥ ഈമാനുള്ളവര് വളരെ കുറഞ്ഞവര് തന്നെ. യഥാർത്ഥ ഈമാനുള്ള ആളുകളുടെ കുറവ് നോക്ക് നിങ്ങള്. എത്രയാണ് സഹോദരങ്ങളെ അംഗബലത്തിൽ കുറവുള്ളത്. യഥാർത്ഥ ഈമാന് വേണ്ടേ? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് നാളെ ആഖിറത്തിലെത്തുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഗൗരവമുള്ള ഒരു സംഗതി മഹ്ശറിൽ വെച്ച് അള്ളാഹു നിർദ്ദേശിക്കുന്നുണ്ടല്ലോ. ആ നിർദ്ദേശം കേൾക്കുന്ന സമയത്താണ് യജ്അലുൽ വിൽദാന ശീബാ, ചെറിയ കുട്ടികൾ പോലും നരബാധിച്ചു പോകുന്നത്. കുട്ടികൾ നരബാധിച്ച ദുനിയാവിൽ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കളർ പൂശിയിട്ട് നരബാധിച്ച മോഡൽ മുടിയുണ്ടാക്കിയതല്ല ചോദിക്കുന്നത്. അങ്ങനെ ഒരു പക്ഷേ പലരും ചെയ്തേക്കും. കറുത്ത മുടി വെള്ളമുടിയാക്കി പൈൻ്റടിച്ച് ചെയ്തേക്കും. അതല്ല പറഞ്ഞത്. അത് ചെറിയ കുട്ടികളും ഇപ്പൊ മോഡലിന് വേണ്ടി ചെയ്യുന്നുണ്ട്. ചെയ്യാൻ പാടില്ല, ഹറാമാണ്. അതേ സമയത്ത് സഹോദരങ്ങളെ, സാക്ഷാൽ നരബാധിക്കുന്നത് ചെറിയ കുട്ടികളുടേത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നരബാധിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. എന്തേ നരബാധിക്കാനുള്ള കാരണം? അള്ളാഹുവിങ്കൽ നിന്നുള്ളൊരു ഉത്തരവാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയും, ആദം നബിയെ, നിങ്ങളെ മുതുകിൽ നിന്ന് നരകത്തിലേക്കും സ്വർഗത്തിലേക്കുമുള്ള ആളുകളെ ഒന്ന് വിഭജിക്കൂ നബിയെ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കും, എത്രയാണ് അള്ളാഹുവിന്റെ മറുപടി, മിൻ കുല്ലി അൽഫിൻ തിസ്അതൻ വതിസ്ഈന വതിസ്അമിഅ ഇലന്നാർ. ഓരോ 1000 എണ്ണത്തിൽ നിന്നും 999 നരകത്തിലേക്ക് പോകട്ടെ. സ്വർഗത്തിൽ പോകുന്നതോ 1000-ൽ നിന്ന് 1 മാത്രമാണ്. എവിടെയാ സഹോദരങ്ങളെ വ്യത്യാസം? ഒന്ന് കണക്ക് കൂട്ടി നോക്കൂ. നിസ്കരിക്കുന്നവർ ലക്ഷക്കണക്കിനില്ലേ, നിസ്കരിക്കുന്നവർ കോടിക്കണക്കിനില്ലേ. ഏറ്റവും കാതലായ വിഷയം ഈമാനാണ്. ഈമാന് ശരിയായ രൂപത്തിലില്ലേ? ഏതെങ്കിലും ഒരു രൂപത്തിൽ ഈമാന് കുറവുണ്ടോ? ആളുടെ മാർഗവും വിഷയവും ഒക്കെ തിരിഞ്ഞുപോയി, മറിഞ്ഞുപോയി.
ഈമാൻ ഏറ്റവും മർമ്മപ്രധാനമായ വിഷയം ഈമാനാണ്. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ലേ? നിനക്കെന്ത് പേരാ പറയേണ്ടത്? ഒരു മുഅ്മിൻ എന്ന് നിന്നെ പറിച്ചു പറയാൻ പറ്റുമോ? സ്വഹാബത്തിന് അംഗീകരിക്കാൻ കഴിയുന്നില്ലേ? നിന്നെ പറ്റി ഒരു മുഅ്മിൻ എന്ന് പറയാൻ പറ്റുമോ? ഔലിയാക്കളെ സ്വീകരിക്കാൻ കഴിയുന്നില്ലേ? അഹ്ലു ബൈത്തിനെ അംഗീകരിക്കാൻ കഴിയുന്നില്ലേ? എന്താണ് നിങ്ങളെ പറ്റി പറയാനുള്ള വാക്ക്? മുഅ്മിൻ എന്ന് പറയാനൊക്കുമോ? ഒരു കൂട്ടം ആൾക്കാർ പറഞ്ഞത് അഹ്ലു ബൈത്ത് ഇല്ല, അഹ്ലു ബൈത്തൊക്കെ എന്നോ കഴിഞ്ഞു പോയി. അങ്ങനെ ഇപ്പോഴും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു, വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് ശരി, സമൂഹത്തിൽ അങ്ങനെ ഒരു വിഭാഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഇപ്പോഴും. അഹ്ലു ബൈത്ത് കഴിഞ്ഞു പോയി. അതെന്തെന്ന് വെച്ചപ്പോ അവര് പറഞ്ഞു, പണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ ഷഹീദായതോടുകൂടെ അഹ്ലു ബൈത്തിന്റെ പരമ്പര മൊത്തം മുറിഞ്ഞു, പിന്നെ ആരുമില്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ ഷഹീദാകുമ്പോ ആ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരു മകനുണ്ട്, അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്ന് പേരുള്ള മോൻ. ആ കുട്ടി രോഗം ബാധിച്ചുകൊണ്ട് ടെന്റിൽ അവിടെ വിശ്രമിക്കുകയായിരുന്നു. ആ കുട്ടി ആ സമരത്തിലും വിഷയത്തിലൊന്നും പങ്കെടുത്തിട്ടില്ല, ഷഹീദായിട്ടില്ല. ആ തങ്ങളുട്ടിയുടെ പരമ്പരയിൽ പിന്നീട് സാദാത്തുക്കൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും വ്യാപിച്ചിട്ടുണ്ട്, ഇപ്പോഴും വ്യാപിക്കുന്നുണ്ട്. പക്ഷെ ഈ ചരിത്ര വസ്തുതകൾ മുഴുവനും അംഗീകരിക്കാതെ ഒറ്റ പറച്ചിലാണ്. കർബലയിൽ തീർന്നുപോയി, ഇനി ആരുമില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ സഹോദരങ്ങളെ റെഡിയാകാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതിന് എതിരല്ലേ ആ വാക്ക്? ഒരു നിലക്കും യോജിക്കൂലല്ലോ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിനെ പറ്റി. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു എന്റെ കുടുംബത്തിൽ എന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ്. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ബൈത്തുൽ മഖ്ദിസിൽ ഇമാമായി നിൽക്കുന്ന മഹാൻ. തങ്ങൾ പറഞ്ഞു ഇസ്മുഹു കസ്മി വസ്മു അബീഹി കസ്മി അബീ. അവരുടെ പേര് എന്റെ പേരാണ്, അവരുടെ ഉപ്പയുടെ നാമം എന്റെ ഉപ്പയുടെ നാമം തന്നെയാണ്. അത്ര വരെ മേൽവിലാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇപ്പറഞ്ഞതിനോട് എതിരാവില്ല, മുറിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ വേറെ എന്തെല്ലാം വിഷയങ്ങളോട് എതിരാകും? ഷെയ്ഖ് ജീലാനി തങ്ങളും ദിഫായ് ഷെയ്ഖ് റളിയല്ലാഹു അൻഹു എത്ര സാദാത്തുക്കളുണ്ട്, അഹ്ലു ബൈത്തിൽപ്പെട്ടവരൊക്കെ നിഷേധിക്കേണ്ടി വരില്ലേ? എത്ര ആളെയാണ് സഹോദരങ്ങളെ നിഷേധിക്കുന്നത്? സുബ്ഹാനല്ലാഹ്, ഔലിയാക്കളെ പറ്റി ഒരു കൂട്ടം ആളുകൾക്ക് തീരെ വിശ്വാസമല്ല. ഔലിയാക്കൾ ഉണ്ട് എന്നും ഔലിയാക്കൾക്ക് കറാമത്തുണ്ട് എന്നും പരിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് തആല പഠിപ്പിച്ച കാര്യമല്ലേ? വിശ്വസിക്കേണ്ടത് സഹോദരങ്ങളെ, വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കണം. അതിന് മാറ്റം വന്നാൽ സംഗതി വിഷയമാണ്. ആളുകൾ ചോദിക്കുന്നു ഔലിയാക്കൾ എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടോ? ഉണ്ട്. ഔലിയാക്കൾ എന്ന് പറയുന്നൊരു വിഭാഗം ലോകത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടില്ലേ? ശൈത്താനിനോട് ഇബ്ലീസിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞില്ലേ, ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ. എന്റെ അടിമകളിൽ ചിലരുണ്ട്. ഇബ്ലീസിനോട് പറഞ്ഞു, നിനക്ക് അവരെ സ്വാധീനിക്കാൻ കഴിയില്ല, അവരെ മേൽ ആധിപത്യം ചെലുത്താൻ കഴിയില്ല. അവരാരാണ് സഹോദരങ്ങളെ? അമ്പിയാക്കളാണോ? അല്ല, ഔലിയാക്കളിൽ ഒരു പ്രധാന വിഭാഗം ഇബ്ലീസിന്റെ വലയത്തിലും സ്വാധീനത്തിലും പെടാതെ അല്ലാഹുവിന്റെ ഈമാനിലും ഇഖ്ലാസിലും തഖ്വയിലുമായി മുന്നോട്ട് കുതിക്കുന്ന ആളുകൾ ഔലിയാക്കളെ കൂട്ടത്തിലില്ലേ? ആ ഔലിയാക്കൾക്ക് കറാമത്തും ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിച്ചിട്ടില്ലേ? മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ കറാമത്ത്, മറിയം ബീവി റളിയല്ലാഹു അൻഹാ അല്ലാഹു തആല ബഹുമാനം നൽകിയൊരു മഹദിയല്ലേ? ആ മഹദിക്ക് അല്ലാഹു നൽകിയ ബഹുമാനം ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നില്ലേ? ഹദീസിലൂടെ സ്ഥിരപ്പെട്ട എത്ര സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് അതൊന്നും നിഷേധിക്കുന്നതിന് സത്യമില്ല. നിഷേധിക്കുന്നത് വിശ്വാസത്തിന്റെ കുറവാണ്. ഈമാന് ശരിയാ മണ്ണത്തിൽ രൂപപ്പെട്ടില്ലെങ്കിൽ വിജയിക്കാൻ കഴിയില്ല. ഒന്നാമത്തെ സ്വഭാവം ഈമാനാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. വിശ്വസിക്കേണ്ട തലങ്ങൾ മുഴുവനും വിശ്വസിക്കണം. ഒന്നിലും സന്ദേഹം ഉണ്ടാക്കാൻ പാടില്ല. ചില ആളുകൾക്ക് സംശയം, ഖബറിലേക്ക് ഒരാളെങ്ങനെ വെച്ച് കിടത്തിയാല്, ഖബറിലേക്ക് ഒരാളെ കൊണ്ടുപോയി കിടത്തിയാല് പിന്നെ പുറത്ത് നിന്നുകൊണ്ട് എന്തിനാ ഒരു ഉപദേശവും ഒരു വാളും ഒരു നസീഹത്തും കുറച്ച് കാര്യങ്ങളൊക്കെ എന്തിനെങ്ങനെ ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നത്? അതിന്റെ ആവശ്യം
അതൊരു ചാരപ്രവർത്തനല്ലേ എന്നാ ചിലർ ചോദിക്കുന്നത്. ചാരപ്രവർത്തനല്ല, സുന്നത്തായ നിലക്ക് സ്ഥിരപ്പെട്ട ഒരു സംഭവമാണ്. ഖബറാളികൾ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന മനുഷ്യന് ചോദ്യം ചെയ്യാൻ വേണ്ടി മലക്കുകൾ വന്നു നിൽക്കുമ്പോൾ നല്ല നല്ല മനുഷ്യന്മാർ പുറത്തു നിൽക്കുന്നത് തന്നെ ഉള്ളിൽ നിൽക്കുന്നവർക്ക് വലിയ സഹായമായ, അവർ ദിക്ർ ചൊല്ലുന്നത് അതിനേക്കാളും വലിയ സഹായമായ, അവർ തഹ്ലീൽ ചൊല്ലുന്നത് ഉത്തരം കിട്ടാൻ എളുപ്പമാണ്, തസ്ബീത്ത് ചൊല്ലുന്നത് ഉത്തരം കിട്ടാൻ എളുപ്പമാണ്. സ്വഹാബിയെ മറവ് ചെയ്ത ഉടനെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ബാക്കി സ്വഹാബിമാരെ വിളിച്ചു പറഞ്ഞത്, നിങ്ങളുടെ സുഹൃത്തിന് വേണ്ടി നിങ്ങൾ ഇപ്പോൾ ഇസ്തിഗ്ഫാർ ചൊല്ലണം. എന്തിന്? ഫഇന്നഹുൽ ആന യുസ്അൽ, ഇപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരനോട് ഖബറിൽ ചോദിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, മലക്കുകൾ വന്ന് ചോദ്യം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ തസ്ബീത്ത് ചൊല്ലണം, ഇസ്തിഗ്ഫാർ ചൊല്ലണം. അത് നിങ്ങളുടെ കൂട്ടുകാരന് ഉത്തരം പറയാൻ എളുപ്പമായി കിട്ടും. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു എന്ന പ്രഗൽഭനായ സ്വഹാബി വര്യൻ തന്റെ മക്കളോടും സുഹൃത്തുക്കളോടുമൊക്കെ മരണാസന്നമായ നേരത്ത്, എന്നെ മറവ് ചെയ്ത് ഖബറിലേക്ക് വെച്ച് നിങ്ങൾ പെട്ടെന്ന് പോന്നേക്കരുത്, അഖീമൂ ഹൗല ഖബരി, എന്റെ ഖബറിന്റെ ചുറ്റും നിങ്ങൾ നിൽക്കണം. ഖദ്റമാ തുൻഹറു ജസൂറുൻ വയഖ്സമു ലഹ്മുഹാ, ഒട്ടകത്തെ അറുത്തതിന്റെ മാംസം വിഭജിക്കുന്ന അത്രയും നേരം എന്റെ ഖബറിന്റെ സമീപത്ത് നിങ്ങൾ നിൽക്കണം. എന്തിനാ നിൽക്കുന്നത്? അസ്തഇനിസബിക്കും, നിങ്ങൾ അവിടെ നിൽക്കുമ്പോ ഉള്ളിൽ കഴിയുന്ന എനിക്കൊരു നേരം പോക്ക് ലഭിക്കാനാണ്. നേരം പോക്കിന് മാത്രമാണോ? അല്ല, എന്റെ റബ്ബിന്റെ ദൂതന്മാര് വന്ന് ചോദ്യം ചെയ്യുമ്പോ എന്താണ് അവരോട് മറുപടി പറയേണ്ടത് എന്ന് ആലോചിക്കാനും ചുറ്റുഭാഗത്തും നിങ്ങൾ നിൽക്കുന്നത് എനിക്ക് എളുപ്പമാണ്. സഹോദരങ്ങളെ, ഇത് പറയുന്നത് സ്വഹാബിമാരിൽ പ്രഗൽഭനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ആണ്. മക്കളും കുടുംബാംഗങ്ങളും ശിഷ്യന്മാരും അടങ്ങുന്ന വലിയൊരു വിഭാഗത്തോടാണ് ഈ നിർദ്ദേശം കൊടുക്കുന്നത്. ഖബറിലേക്ക് അങ്ങോട്ട് വെച്ച് പെട്ടെന്ന് പോയേക്കണം എന്നല്ല പറയുന്നത്, കുറച്ചു നേരം അവിടെ താമസിക്കണം, എന്നിട്ട് തൽഖീനും തസ്ബീത്തും ഇസ്തിഗ്ഫാറുമായി കഴിയണം. സുബ്ഹാനല്ലാഹ്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ പഠിപ്പിച്ച സുന്നത്താണ്. ഖബറാളിക്ക് എളുപ്പം കിട്ടാനുള്ള കാര്യവുമാണ്, തെളിവ് കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയവുമാണ്. എല്ലാ സംഗതികളും വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കണം, ഒന്നിലും വിശ്വാസം കുറയാൻ പാടില്ല. വിശ്വാസം കുറഞ്ഞാലോ നമ്മൾ വഴിതെറ്റിപ്പോകും. അള്ളാഹുവിലും അള്ളാഹുവിന്റെ റസൂലിലും മഹാന്മാരായ സ്വഹാബിമാര് വിശ്വസിച്ചത് എങ്ങനെയാണോ അതേ രൂപത്തിലുള്ള വിശ്വാസം നിലനിർത്തി പോരണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാനിന് സലാമത്ത് നൽകുമാറാകട്ടെ. നിങ്ങൾ നോക്ക് സഹോദരങ്ങളെ, യുക്തിവാദികളാണ് പല ഭാഗത്തും അധികരിച്ചു വരുന്നത്. യുക്തിവാദികൾ അധികരിച്ചു വന്നിട്ട് അള്ളാഹുവിൽ സംശയം ജനിപ്പിക്കുമ്പോ സഹോദരങ്ങളെ, ഭാഷണം കേട്ടിട്ട് അല്ലെങ്കിൽ അവന്റെ യുക്തിയില്ലാത്ത യുക്തി കേട്ടിട്ട്, ജഹാലത്താകുന്ന യുക്തി കേട്ടിട്ട് കുടുങ്ങിപ്പോകരുത്. ശരിയായ നിലക്ക് വിവരം സ്വീകരിക്കണം. അല്ലാഹു തആല ഉണ്ടെങ്കിൽ നാം ഒന്ന് കാണേണ്ടതല്ലേ എന്നൊക്കെ എന്താ വലിയ ചോദ്യം ചോദിക്കുന്നത്? ഭയങ്കര ചോദ്യല്ലേ? വായ നിറച്ചുള്ള ചോദ്യം കേൾക്കുമ്പോ ചില ആൾക്കാരൊക്കെ ചിന്തിച്ചു, ഇനി എന്താ മറുപടി അറിയാം അല്ലേ? ബഹുമാനപ്പെട്ട ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും ഉണ്ടായിരുന്നു ഇതുപോലത്തെ യുക്തിവാദികൾ. ഇതിൽ സ്ട്രോങ് ഉള്ള യുക്തിവാദികൾ. മഹാനവറുകൾ അവരൊക്കെ പെട്ടെന്ന് തിരുത്തിയിട്ടുണ്ട്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഉസ്താദിന്റെ അടുത്ത് പോവുകയാണ്. ഉസ്താദിനെ കാണാൻ വേണ്ടി ചെന്നപ്പോ ഉസ്താദ് എന്തോ ഒരു വിഷമത്തോടെ ഇരിക്കും പോലെ തോന്നി. അവിടുത്തെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട ഹമ്മാദ് ബിൻ സലമ റളിയല്ലാഹു അൻഹു, വലിയ പണ്ഡിതനാണ്. ഹമ്മാദ് ബിൻ സലമ റളിയല്ലാഹു അൻഹുവോട് ചോദിച്ചു, അല്ല ഉസ്താദെ, എന്താ വിഷമം? എന്തോ ഒരു ടെൻഷൻ ഉണ്ടല്ലോ കണ്ടിട്ട്. ഉസ്താദ് പറഞ്ഞു, ഒന്നുമല്ല, ഭരണാധികാരി ഒരു എഴുത്ത് കൊടുത്തയച്ചിട്ടുണ്ട്. അവിടെ കുറച്ച് യുക്തിവാദികൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അവരോട് സംവാദം നടത്താൻ വേണ്ടിയിട്ട് എന്നോട് ചെല്ലാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പോകണം. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ചെറിയ മുത്തഅല്ലിമാണെന്ന്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഉസ്താദ് പോകണ്ടെന്ന് പറഞ്ഞു. ഞാൻ പോയിക്കോളാം. ഉസ്താദ് പോകണ്ട, ഞാൻ പോയിക്കോളാം. അഥവാ അവരുടെ ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഞാൻ ഒരു മുത്തഅല്ലിമല്ലേ, പ്രശ്നമല്ല.
ഉസ്താദ് ഇപ്പൊ പോകേണ്ട ആവശ്യമില്ല. ഇനി അവർക്ക് ഞാൻ പോയിട്ട് എന്റെ ഉത്തരം കൊണ്ട് മതിയാകുമെങ്കിൽ പിന്നെ ഉസ്താദ് ഏതായാലും വരേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പോയിക്കോളൂ, ഉസ്താദ് ഇവിടെ ഇരുന്നോളുന്നു. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ചെന്നപ്പോ രാജാവിന്റെ കൂടെ യുക്തിവാദികളൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചവര്, അല്ല നിങ്ങളെ ഷെയ്ഖ് എവിടെയെന്ന് ചോദിച്ചു, ഗുരുനാഥൻ എവിടെയെന്ന് ചോദിച്ചു. മഹാനവറുകൾ പറഞ്ഞു, ഷെയ്ഖ് അവിടെ പള്ളിയിൽ ദർസിലുണ്ട് എന്ന് പറഞ്ഞു, ദർസ് നടത്തുന്ന സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ ഷെയ്ഖിനെയുള്ള കാത്തിരിക്കുന്ന, നിങ്ങൾ എന്തിനാ വന്നതെന്ന് വെച്ചു. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ പതിവായിട്ട് ഉറുമ്പിനെ കൊല്ലാൻ ഒലക്ക എടുക്കാറില്ല. ഉറുമ്പ് ചെറിയൊരു ജീവിയല്ലേ, അതിനെ കൊല്ലാൻ എന്തിനാ ഒലക്ക? അതിന്റെ ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് ഞാൻ തന്നെ മതിയാവും. നിങ്ങളെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാ പോരെ, ചോദിച്ചോളൂ. നിങ്ങളെ ചോദ്യത്തിന് ഉത്തരം തന്ന് എനിക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഉസ്താദ് വന്നോളൂ, അല്ലെങ്കിൽ നമുക്ക് ഉസ്താദിന്റെ അടുത്തേക്ക് അങ്ങോട്ട് പോകാം, രണ്ടും ആകാലോ. ഉസ്താദ് ഇങ്ങോട്ട് വരും ചെയ്യാം, അങ്ങോട്ട് പോവുകയും ചെയ്യാം. നിങ്ങളെ ചോദ്യത്തിന് ഉത്തരം പറയാനല്ലേ, ചോദിച്ചോളൂ. അപ്പൊ എല്ലാവരും കൂടി നല്ല സജീവമായി ഈ ചെറിയ മുതഅല്ലിമായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനോട് ഇവർ ചോദിക്കുന്നു, അല്ല അബൂ ഹനീഫ തങ്ങളെ, അല്ലാഹു ഉണ്ടോ, ഇലാഹു ഉണ്ടോ? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്ത് സംശയം, ഇലാഹു ഉണ്ട്. തെളിവുകളും കാര്യങ്ങളൊക്കെ ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഖുർആനിൽ നിന്നും മറ്റും ഉദ്ധരിച്ചു കൊടുത്തപ്പോ അവര് പറഞ്ഞു, ഞങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കുന്ന ഒരു കാര്യമാകണം നിങ്ങൾ പറയേണ്ടത്. തെളിവും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് ഓതും എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളെ ബുദ്ധിക്കുന്ന യോജിക്കുന്ന കാര്യമാകണം. ഇലാഹു ഉണ്ട് എന്നല്ലേ നിങ്ങൾ പറയുന്നത്, അള്ളാഹു ഉണ്ട് എന്നല്ലേ പറയുന്നത്. എവിടെ എന്നിട്ട് അള്ളാഹുവിനെ കാണാത്തത് എന്താണ്? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല നിങ്ങളെ മുന്നിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുകയാണ്, മരണാസന്നനായിട്ട് ഇപ്പൊ മരിക്കും നിങ്ങളൊക്കെ പറയുന്നുണ്ട്. അയാൾ ഇങ്ങനെ കിടക്കണം, ഇപ്പൊ മരിക്കുന്നു എല്ലാവരും പറയുന്നുണ്ട്. അയാൾ നോക്കിയിട്ട് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അയാൾ മരിച്ചു എന്ന് നിങ്ങൾ എങ്ങനെ തീരുമാനിക്കാന്ന് ചോദിച്ചു. യുക്തിവാദികളോട് ചോദിച്ചു, അയാൾ മരിച്ചു എന്ന് എങ്ങനെ തീരുമാനിക്കും? കുറച്ച് അങ്ങനെ തീരുമാനമാകുമല്ലോ, അങ്ങനെ മരിച്ചു തീരുമാനിക്കൂ? എല്ലാവരും ഏകകണ്ഠമായി പറഞ്ഞു, ഐക്യകണ്ഠേന പറഞ്ഞു, റൂഹ് പോയാൽ ഉറപ്പ് ആള് മരിച്ചു, റൂഹ് പിരിഞ്ഞാൽ ആള് മരിച്ചു എന്ന് ഉറപ്പാണ് എന്നാണ്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ സാധനോ? റൂഹ് എന്ന് പറഞ്ഞ സാധനം എന്താണ് എന്ന് ചോദിച്ചു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളെ മുന്നിൽ നിൽക്കുന്നതാ ഈ മഹാൻ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? റൂഹ് പോയാൽ, റൂഹ് പിരിഞ്ഞാൽ ആള് മരിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? പറഞ്ഞു. റൂഹ് ഉണ്ട് എന്നും നിങ്ങൾ പറഞ്ഞില്ലേ? പറഞ്ഞു. എവിടെയാണ് ആ റൂഹ്? ഏതിലൂടെ പോകുന്നത്? മൂക്കിലൂടെയാണോ? കാതിലൂടെയാണോ? തലയിലൂടെയാണോ? കാൽവരലിലൂടെയാണോ? കൈവരലിലൂടെയാണോ? ഏതിലൂടെയാ റൂഹ് പോകുന്നത്? റൂഹ് ഉണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, കാണാത്ത ഒന്ന് ഉണ്ട് എന്ന് നിങ്ങൾ സമ്മതിച്ചില്ലേ? ഇല്ലാന്ന് തിരുത്താൻ നിങ്ങൾ ആരും ഒരുക്കമല്ലല്ലോ. കാണാത്തതിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അല്ലേ? റൂഹിനെ കാണാൻ നിങ്ങൾക്ക് കണ്ണില്ലെങ്കിൽ റൂഹിനെ പടച്ച ഖാലിഖായ റബ്ബിനെ എങ്ങനെ കാണാനാ? റൂഹ് എന്ന് പറയുന്നത് അള്ളാന്റെ സൃഷ്ടിയിൽപ്പെട്ട ഒരു സൃഷ്ടിയല്ലേ? അതിനെ കാണാൻ വരെ നിങ്ങളെ നഗ്നനേത്രം കൊണ്ട് നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ ഖാലിഖായ റബ്ബിനെ നിങ്ങൾ എങ്ങനെ കാണാനാണ്? നിങ്ങളെ കണ്ടുകൊണ്ട് എങ്ങനെ കണ്ടെടുക്കാനാണ്? അതിന് പവർ നിങ്ങളെ കണ്ണിന് ഈ ലോകത്ത് വെച്ചില്ല. അതിന് പവർ ലഭിക്കുന്നൊരു ലോകമുണ്ട്, അത് ലഭിക്കുന്ന ചില ആളുകളും ഉണ്ട്. അന്ന് പ്രകാശിക്കുന്ന ചില മുഖങ്ങളുണ്ട്. ഈ കാണുന്ന ലൈറ്റിന്റെ പ്രകാശമല്ല കേട്ടോ, ആ കത്തിച്ച ലൈറ്റിന്റെ ഒന്നും പ്രകാശമല്ല. ആഖിറത്തിലെ നൂറിനെ ദുനിയാവിലെ നൂറിനോട് താരതമ്യം ചെയ്യാൻ കഴിയില്ല. വല്ലാത്തൊരു പ്രകാശത്തോടെ ജ്വലിച്ചു നിൽക്കുന്ന ചില ശരീരങ്ങളുണ്ട്. ഇലാ റബ്ബിഹാ നാദിറാ. ആ മുഖങ്ങളെയും ശരീരങ്ങളെയും പടച്ച് പരിപാലിച്ച റബ്ബിലേക്ക് നല്ല സന്തോഷത്തോടെ നോക്കുന്നവരാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകട്ടെ. ആ നല്ല വിഭാഗത്തിൽ അല്ലാഹു നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട സർവ്വ മുഅ്മിനീങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു റൂഹിന്റെ ഉത്തരം പറഞ്ഞപ്പോ
പിന്നെ അവർക്ക് ചോദിക്കാനില്ല. അവരെ മനസ്സ് മാറി. അവര് പറഞ്ഞു, അബൂ ഹനീഫ തങ്ങളെ, നിങ്ങളെ ഉസ്താദിനെ നമുക്കൊന്ന് കാണണം. ആ സദസ്സിലുള്ള യുക്തിവാദികൾ മുഴുവനും അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നാലെ ഹമ്മാദ് ബിൻ സലമ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് പോയിട്ട് അവിടുത്തെ ശിഷ്യത്വം സ്വീകരിച്ചു പോയി. ഒരൊറ്റ ചോദ്യവും അതിന്റെ ഉത്തരവുമായി അവരെ മനസ്സിലെ ആശങ്കകൾ മുഴുവനും അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കെടുത്തിപ്പോയി. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ഒന്നല്ല, ധാരാളം സംഭവങ്ങൾ കാണാം. സഹോദരങ്ങളെ, അതിനേക്കാളും വളരെ ചെറുതാണ് ഈ ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അറിവില്ലാതെ പെട്ടുപോകരുത്. എന്റെ സഹോദരിമാരോട് പ്രത്യേകം ഞാൻ പറയുന്നു, യുക്തിവാദികളുടെയും മറ്റുമൊക്കെ ക്ലാസ് കേട്ടിട്ട് നമ്മളിത് സംഭവമാണ് എന്നും ഇതിന് ലോകത്തൊരാൾക്കും ഉത്തരം കിട്ടൂലെന്നും നമ്മളെ വിവരക്കേട് കൊണ്ട് തീരുമാനിച്ചിട്ട് അതാണ് ശരിയെന്ന് വിശ്വസിച്ച് നമ്മൾ അതിലൂടെ ആശങ്കയിലായി മുന്നോട്ട് നീങ്ങിയാൽ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ നിഅമത്തായ ഈമാൻ അത് പരിപാലിക്കാതെ, പരിപോഷിപ്പിക്കാതെ, അതിന്റെ മാർഗങ്ങൾ സ്വീകരിക്കാതെ നമ്മൾ അതിനെ കെടുത്തിക്കളഞ്ഞു എന്ന് വേണം പറയാൻ. അതുകൊണ്ട് ഈമാന് കെട്ടുപോകരുത്. ഈമാന് മറ്റൊരാൾക്ക് മുന്നിലും പണയപ്പെടുത്തി പോകരുത്. ഈമാൻ ആ രൂപത്തിൽ തന്നെ ഏറ്റവും പ്രശോഭിതമായ രൂപത്തിൽ നിലനിന്നു പോകണം. ഈമാനിലായി ജീവിച്ച് ഈമാനോടെ പിരിയാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ വസിയത്തും കൂടെയാണത്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്. മുഅ്മിനായിട്ടല്ലാതെ മരിക്കരുത്. മുഅ്മിനായിട്ടല്ലാതെ മരിച്ചാലോ എല്ലാതും പരാജയപ്പെട്ടു പോയി, എല്ലാ സംഗതിയും നഷ്ടപ്പെട്ടു പോയി. നിഫാഖ് ബാധിച്ചു മരിച്ചു പോകരുത്. നിരീശ്വരവാദിയായി മരിച്ചു പോകരുത്. വിശ്വാസരാഹിത്യം സംഭവിച്ചവനായി മരിച്ചു പോകരുത്. എല്ലാം തുലഞ്ഞു പോയില്ലേ, എല്ലാം കുടുങ്ങിപ്പോയില്ലേ. സുഹൃതങ്ങൾ എത്രയുണ്ടായാലും ആഖിറത്തിൽ ഒന്നും ഫലവത്താകൂല. മുൻഗാമികളിൽ ജീവിച്ച അബ്ദുല്ലാഹ് ഇബ്നു ജദ്ആന ഓർമ്മയില്ലേ? ഇബ്നു ജദ്ആൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മനുഷ്യൻ ഏറ്റവും നല്ല സുഹൃതം ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 1000 പേർക്ക് ഭക്ഷണം കൊടുത്തിരുന്ന നല്ല മനുഷ്യനാണ്. ഭക്ഷണം കൊടുക്കുക നല്ല സുഹൃതമാണല്ലോ. 1000 പേർക്ക് ഭക്ഷണം കൊടുത്തിരുന്ന ഇബ്നു ജദ്ആൻ നബിയെ, ആഖിറത്തിൽ ആ മനുഷ്യൻ സ്വർഗ്ഗത്തിൽ കടക്കുമോ? ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചോദ്യത്തിന് ഉത്തരമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, ലാ, ഇബ്നു ജദ്ആൻ സ്വർഗ്ഗത്തിൽ കടക്കൂല. എന്തേ കാരണം? ഇബ്നു ജദ്ആന് പരലോകത്തിൽ വിശ്വാസമില്ല. ലിഅന്നഹു ലം യഖുൽ യൗമൻ റബ്ബിഗ്ഫിർ ലീ ഖതീഅതി യൗമദ്ദീൻ. ഒരൊറ്റ ദിവസം പോലും പരലോക വിശ്വാസം പ്രകടിപ്പിച്ചിട്ടില്ല. പരലോകത്തിൽ വിശ്വാസം അല്ലെങ്കിൽ വിശ്വാസം പൂർണ്ണാകുമോ? പൂർണ്ണാകൂല. പൂർണ്ണ വിശ്വാസമുള്ളവരായി മാറണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കാതലായി പഠിപ്പിച്ച വിഷയമാണ് ഈമാൻ. ഈമാനുള്ള ആളുകൾക്ക് ഏറ്റവും തിളങ്ങി നിൽക്കേണ്ട ഒരു സ്വഭാവം ഉണ്ട്. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അവരവരുടെ നിസ്കാരത്തിൽ ഭക്തിയുള്ളവരാണ്. നിസ്കരിക്കുന്നവരാണ് എന്നല്ല അല്ലാഹു പറഞ്ഞത്, നിസ്കാരത്തിൽ ഭക്തന്മാരാണ്. നിസ്കാരത്തിൽ ഭക്തിയുള്ള ആളുകൾ പിന്നെ നിസ്കാരം കൈയൊഴിക്കുമോ? ഇല്ല. നിസ്കാരം നേരെ ചൊവ്വേ നിർവഹിക്കുന്നവരാണ്. നിസ്കാരത്തിൽ ഖൽബിനും ഖുശൂ വേണം, അവയവങ്ങൾക്കും ഖുശൂ വേണം. 2 നിലക്കുള്ള ഭക്തിയും ഉണ്ടാകണം. 2 നിലക്കുമുള്ള ഭക്തിയും അത് ഈമാനിന്റെ ഏറ്റവും പ്രകടമായ ഒരു അടയാളമാണ്. നിസ്കാരമില്ലേ, അവനെ പറ്റി എന്തു പറയാനാണ്? നിസ്കാരമില്ലാത്തൊരു മനുഷ്യനെ പറ്റി എന്തു പറയാനാണ്? ഞാൻ ഒറ്റ കാര്യം പറയട്ടെ. യൗമ തബിയല്ലു വജൂഹുൻ വതസ്വദ്ദു വജൂഹ്. നമ്മളൊക്കെ പരലോകത്ത് എത്തുമ്പോ, ഖബറിൽ നിന്ന് എഴുന്നേറ്റ് എല്ലാവരും മഹ്ശറിലേക്ക് വരുമ്പോ ചില മുഖങ്ങളൊക്കെ കരിവാളിച്ചു പോ. എന്റെ വക ഞാൻ പറഞ്ഞതല്ല, ആയത്ത് വിശദീകരിച്ച് ഖുർആൻ പണ്ഡിതന്മാര് രേഖപ്പെടുത്തി. അവ്വലു മൻ യസ്വദ്ദു യൗമൽ ഖിയാമ.
ഖിയാമത്ത് നാളിൽ ആദ്യം മുഖം കറുക്കുന്നവര് വുജൂഹു താരിഖിസ്സലാ, നിസ്കാരം ഒഴിവാക്കുന്നവന്റെ മുഖമാണ്, നിസ്കരിക്കാത്തവന്റെ മുഖമാണ് ആദ്യമായി കറുത്ത് കരിവാളിക്കുന്നത്. എന്റെ സ്നേഹമുള്ള മുസ്ലിമേ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഈമാനുണ്ട് എന്നതിന് ബാഹ്യതലത്തിൽ കാണാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്വഭാവം ഭക്തിപൂർവമുള്ള നിസ്കാരമാണ്. നിസ്കാരം തന്നെ ഇല്ലേ, പിന്നെന്ത് ഈമാന് പറയാനാണ്? നിസ്കാരമില്ലാത്തവനെ എങ്ങനെ ഗണിക്കാനാണ്? അവനെ ഏത് പേരിട്ട് വിളിക്കാനാണ്? ഏത് നമ്പറിട്ടാണ് സഹോദരങ്ങളെ നിസ്കാരമില്ലാത്തവനെ വിളിക്കുന്നത്? നിസ്കാരമില്ലാത്ത മനുഷ്യന് എന്തെങ്കിലും ഒരു വില ദീന് നൽകിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ മുൻഗണന നൽകിയിട്ടുണ്ടോ? പാരത്രിക ലോകത്ത് എത്തുമ്പോ മുഖം കറുക്കുന്ന ആളുകള് നിങ്ങളെ കുടുംബത്തിലുണ്ടാകരുത്, നിങ്ങളെ വീട്ടിലുണ്ടാകരുത്, നിങ്ങളെ മക്കളിലുണ്ടാകരുത്, നിങ്ങളെ പേരമക്കളിലുണ്ടാകരുത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്ത ദുആ ഖുർആൻ പഠിപ്പിച്ചിട്ടില്ലേ? റബ്ബി ജഅൽനീ മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി, എന്റെയും എന്റെ സന്താന പരമ്പരകളെയും നിസ്കാരം നിലനിർത്തുന്നവരാക്കണേ അല്ലാഹ്. നിസ്കരിക്കാത്തവന് എന്ത് ബഹുമാനമാണ്, എന്ത് സ്ഥാനമാണ് അവർക്ക് ദീനിലുള്ളത്, എന്ത് സ്ഥാനമാണ് അവരെ ഈമാനിനുള്ളത്. സുബ്ഹാനല്ലാഹ്, നിസ്കരിക്കാത്തവർക്ക് എന്തെങ്കിലും ബഹുമാനമുണ്ടോ? ഒരു ബഹുമാനവും കണക്കാക്കാനില്ല. നിസ്കാരത്തിൽ ഭക്തി വേണം, ഭക്തിപൂർവം നിസ്കരിക്കണം. നിസ്കാരത്തിലല്ല മുഴുവൻ പ്രവർത്തനങ്ങളും നടത്തേണ്ടത്. ഭക്തി എന്ന് പറയുമ്പോ മാനസികമായിട്ട് ഭക്തിയുള്ള ആളെ നിസ്കാരമാണെങ്കിൽ അവന്റെ അവയവങ്ങൾ നോക്കിയാൽ അത് മനസ്സിലാകും. കൈ വെക്കേണ്ടിടത്ത് വെക്കണം, കാല് വെക്കേണ്ടിടത്ത് വെക്കണം, മുഖം വെക്കേണ്ടിടത്ത് വെക്കണം. ഓരോ അവയവങ്ങളും എവിടെയാണോ വെക്കേണ്ടത് അവിടെ വെക്കണം. അവിടെ നിന്ന് അനങ്ങാൻ പാടില്ല. നിസ്കാരത്തിൽ എത്തിയിട്ടല്ല ബാക്കി എല്ലാ സംഗതികളും ശരിയാക്കേണ്ടതിന് മുമ്പാണ്. നിസ്കാരത്തിലെത്തിയിട്ട് കൈയും കാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയും മറിഞ്ഞും പോകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഭക്തി ഇല്ല. നിസ്കാരത്തിൽ ഒരു സ്വഹാബി ഇങ്ങനെ താടി ഇങ്ങനെ പിടിച്ചിങ്ങനെ ശരിയാക്കുന്നത് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗ ഖശഅ ഖൽബു ഹാദാ ലഖശഅത് ജവാരിഹു. ഈ സ്വഹാബിയുടെ ഖൽബിന് ഖുശൂ ഉണ്ടായിരുന്നെങ്കിൽ, മനസ്സിന് ഹൃദയത്തിന് ഭക്തി ഉണ്ടായിരുന്നുവെങ്കിൽ അവയവങ്ങൾക്കും ഭക്തി ഉണ്ടാകുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവയവങ്ങളുടെ ഭക്തി ഖൽബിന്റെ ഭക്തിയുടെ തെളിവാണ്. കൈ ഇങ്ങനെ കിട്ടിയാൽ ആ കെട്ടിയെടുത്ത് വെക്കണം അവിടെ കൈ. പിന്നെ അനങ്ങാൻ പാടില്ല. ചൊറി വന്നാലും മുറി വന്നാലും അങ്ങോട്ട് ചെരിഞ്ഞാലും ഇങ്ങോട്ട് ചെരിഞ്ഞാലും, കുപ്പായം ശരിയാക്കാനും തുണി ശരിയാക്കാനും ജുബ്ബ ശരിയാക്കാനും തലക്കെട്ട് ശരിയാക്കാനും മൂക്ക് ശരിയാക്കാനും കാത് ശരിയാക്കാനും ഒന്നിനും കൈ അനങ്ങാൻ പാടില്ല. ഒരൊറ്റക്കെട്ടിൽ അവിടെ വെച്ചു. എവിടെയാണോ ഓരോ അവയവങ്ങളും വെക്കേണ്ടത് അത് അവിടെ തന്നെ വെക്കണം. അവിടുന്ന് അനങ്ങാതെ വെക്കണം. അത് നിസ്കാരത്തിലുള്ള ശ്രദ്ധയുടെ തെളിവാണ്. ആ ശ്രദ്ധ അങ്ങനെ കിട്ടിയതെങ്ങനെ? ഖൽബിന്റെ ഭക്തി കൊണ്ടാണ്. നോട്ടം നോക്കേണ്ടിടത്തേക്കാണ് നോക്കേണ്ടത്. ഒരൊറ്റ പോയിന്റും അങ്ങോട്ടും ഇങ്ങോട്ടും നോട്ടം മാറ്റി പോകരുത്. സുബ്ഹാനല്ലാഹ്, മേലോട്ട് നോക്കിയപ്പോഴല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മബാലു അഖ്വാമിൻ യർഫഊന അബ്സാറഹും ഇലസ്സമാഇ ലയന്തഹുന്ന അൻ ദാലിക വലതുഖ്തഹുന്ന അബ്സാറുഹും. എന്താണ് ചില ആളുകളുടെ അവസ്ഥ? അവർ കണ്ണുകൊണ്ട് മേൽപോട്ട് നോക്കുന്നു. മേൽപോട്ട് നോക്കിയിട്ടോ സുബ്ഹാനല്ലാഹ്, ആ നോക്കുന്നതിനെ ഗൗരവത്തോടെ തങ്ങൾ പറഞ്ഞു, ഒന്നുകിൽ ആ പണി അവർ നിർത്തണം, അല്ലെങ്കിൽ അവരെ കണ്ണുകൾ പിഴുതെടുക്കപ്പെടണം. അത്ര ഗൗരവത്തോളം പറഞ്ഞു. അതിന് ഈ ഹദീസും ഈ വിഷയങ്ങളും മാത്രം പറഞ്ഞാൽ പോരാ. പള്ളിയും മറ്റൊക്കെ ഉണ്ടാക്കുന്ന ആളുകളോട് കൂടി ഒരു കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടി പറയണം. നോക്കാൻ അലങ്കാരമുള്ള ഒന്നും നോക്കേണ്ടടുത്ത് ഫിറ്റ് ചെയ്യാൻ പാടില്ല.
ഇപ്പൊ ചില പള്ളിയിൽ കയറിയാല്, ഞാനങ്ങനെ പറഞ്ഞു എന്ന് പലരും പരാതി പറയുന്നത്, അതുകൊണ്ട് വീണ്ടും പറയാം. ചില പള്ളികളിൽ കയറിയാല് പള്ളിന്റെ മുൻഭാഗത്തുള്ള അസ്മാവ് മുഴുവൻ എഴുതി വെച്ചു. അസ്മാഉൽ ഹുസ്ന ഒരു ഭാഗത്ത്, അസ്മാഉൽ ബദർ, പിന്നെ ഇനി എന്താ ഉള്ളത്, എല്ലാ ഇസ്മുകളും അങ്ങനെ എഴുതി വെക്കാൻ പാടില്ല. ഒരായത്ത് പോലും എഴുതി വെക്കാൻ പാടില്ല. അതിലേക്ക് നോട്ടം അങ്ങോട്ട് ആയി പോകുന്ന രീതിയിൽ ഒന്നും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫിറ്റ് ചെയ്യാൻ പാടില്ല. പള്ളിക്ക് വേണ്ട ഭംഗിക്ക് വേണ്ടി മാത്രം ഉള്ളത് അവിടെ ഫിറ്റ് ചെയ്യാം. ഇപ്പൊ ഇത് ഇംഗ്ലീഷിലും അറബിയിലും അല്ലാത്തൊരു എഴുത്ത് എഴുതിയിരിക്കണം. പിന്നെ ഈ ആള് നിസ്കാരം കഴിഞ്ഞവരെ അത് വായിച്ചു തീർന്നിട്ടില്ല. അത്തഹിയാത്ത് ശരിയായിട്ടില്ല, ഫാത്തിഹയും ശരിയായിട്ടില്ല. കാരണം അത് വായിച്ചു തീരണ്ടേ. അറബിയാണോ എന്ന് വെച്ചാൽ അറബി അല്ല, ഇംഗ്ലീഷ് ആണോ വെച്ചാൽ ഇംഗ്ലീഷും അല്ല, മംഗ്ലീഷ് ആണോ വെച്ചാൽ മംഗ്ലീഷും അല്ല. പിന്നെന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? അത്തഹിയാത്ത് കഴിഞ്ഞ് എല്ലാവരും സലാം വീട്ടിയപ്പോ ഇയാളും സലാം വീട്ടി. ഇയാൾ ആദ്യം ചോദിക്കുന്നത് എന്താണ് എഴുതിച്ച്, വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല. അത്രയും നേരം വായിക്കുന്നു. ഓതിയതൊന്നല്ല, ഫാത്തിഹ ഓതിയിട്ടില്ല, അത്തഹിയാത്ത് ഓതിയിട്ടില്ല, ഒരു ദിക്റും ചൊല്ലിയിട്ടില്ല. മൂപ്പരത് വായിക്കണം. എന്താണ് പഠിച്ചോനെ എഴുതിയത്? ഇംഗ്ലീഷ് അല്ല, ഇംഗ്ലീഷിൽ ABCD ഇങ്ങനല്ലല്ലോ. അറബി അല്ല, നമ്മളൊക്കെ പഠിച്ചിരുന്നത് അറബി. ആ അറബിയിൽ ബാ ഇങ്ങനല്ല. എന്താ എഴുതിയത്? എഴുത്തല്ലേ അതിന് കാരണം. അതിന് ചില ആൾക്കാരൊക്കെ ഒന്ന് പറയണം, അതെ അപ്പൊ കാബന്റെ കില്ലന്റെ മേലെ എഴുത്തുണ്ട്, ഖുർആൻ എഴുത്ത്. കാബന്റെ കില്ലന്റെ മേലെ ഖുർആൻ എഴുത്തുണ്ടെങ്കിൽ പള്ളിയിൽ അങ്ങനെ എഴുതണം എന്നാരും നിയമം പറഞ്ഞിട്ടുണ്ടോ? പള്ളിയിൽ എഴുതണ്ടേ എന്നുള്ളത് ഇസ്ലാമിന്റെ ഉലമാ ഫിഖ്ഹിന്റെ പണ്ഡിതന്മാര് വേറെ പറയും. പറഞ്ഞതനുസരിച്ച് കേൾക്കണ്ടേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അപ്പുറത്തും ഇപ്പുറത്തും എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചതിന് വരെ മഹാന്മാര് മസല പറഞ്ഞു. ആടുകളുടെ ശ്രദ്ധ അതിലേക്ക് തിരിഞ്ഞു പോകുമെങ്കിൽ അങ്ങനെ എഴുതി വെക്കാൻ പാടില്ല. ഭംഗി എന്ന് വിചാരിച്ച് എല്ലാം കൂടി അങ്ങനെ എഴുതാക്കാൻ പറ്റും. ലൈറ്റ് തന്നെ നോക്ക് നിങ്ങൾ, ആളുകളെ കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലാകാൻ പാടില്ല. ഇതിപ്പോ ഉറൂസിന്റെ ലൈറ്റ് ആണ്. ഉറൂസിന്റെ പരിപാടി കഴിഞ്ഞാൽ അതൊക്കെ ആ ലൈറ്റ് ഒക്കെ അയച്ചു പോകും. ഈ ലൈറ്റ് അങ്ങനെ കൊണ്ടുപോയിട്ട് പള്ളിയുടെ ഉള്ളിൽ ഫിറ്റ് ചെയ്താൽ ആരെ ഫാത്തിഹ തീരുക? ആർക്കാ കുല്ലല്ലാഹു ഓതാൻ കഴിയുക? ആർക്കെങ്കിലും വജ്ജഹത്ത് അത്തഹിയാത്ത് ഓതാൻ കഴിയുമോ? കാരണം ലൈറ്റ് ആ ലൈറ്റ് ഇങ്ങനെ മിന്നിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ അവിടുന്ന് ഇങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോകുന്നു. പിന്നെ അവിടുന്ന് ഇങ്ങനെ ഒരു അക്ഷരങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ കൂടി വായിച്ച് തിരുവത്തിൽ കഴിയില്ലേ? അത് പാടില്ല. നിസ്കാരത്തിൽ നല്ല ഭക്തിയാണ് വേണ്ടത്. ഭക്തിക്ക് പ്രേരകമാകുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കണം. അതിന് ആവശ്യമാകുന്ന രീതിയിലുള്ള മുസല്ലകൾ വിരിക്കണം. കഴിവിന്റെ പരമാവധി എഴുത്തും വരയും കുറിയും ഇല്ലാത്ത മുസല്ലകളാണ് ഉത്തമം. ഹജ്ജിനും ഉംറക്കൊക്കെ പോയി വരുന്ന ആളുകള് ചിത്രങ്ങളില്ലാത്ത നല്ല മുസല്ല വാങ്ങിക്കോളൂ, അതാണ് നല്ലത്. ചിത്രങ്ങൾ ഉള്ള മുസല്ലയല്ല നല്ലത്, ചിത്രങ്ങൾ ഇല്ലാത്തതാണ്. നിസ്കരിക്കുമ്പോഴെങ്കിലും നല്ല വൃത്തിയുള്ള നല്ല കളറുകളും മറ്റും ഒന്നുമില്ലാത്ത രീതിയിൽ നല്ല വസ്ത്രം ധരിച്ച് ശ്രദ്ധ പോകാത്ത രീതിയിലാണ് നിസ്കരിക്കേണ്ടത്. നിസ്കാരത്തിലാണ് ഏറ്റവും നല്ല ഭക്തി കാണിക്കേണ്ടത്. മഹാന്മാരുടെയൊക്കെ ഭക്തി എത്രത്തോളമാണ് നിസ്കാരത്തിൽ? ഏറ്റവും അധികം നിസ്കാരത്തിൽ ഭക്തി കാണിച്ച നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്താ സഹോദരങ്ങളെ അവിടുത്തെ നിസ്കാരത്തിന്റെ മഹത്വം സ്വഹാബത്ത് പറഞ്ഞില്ലേ? നിസ്കരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈകെട്ടിയാല് തങ്ങൾ ഫാത്തിഹ ഓതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുമ്പോ അതെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, അസീസൻ കഅസീസിൽ മിർജലി, അവിടുത്തെ ഖൽബിന്റെ ഭാഗത്ത് നിന്ന് ഉൾഭാഗത്ത് നിന്ന് ഒരു ചട്ടി പതക്കും പോലോത്ത ശബ്ദം, ചട്ടിയിൽ എണ്ണ തിളക്കുന്ന ശബ്ദം കേട്ടിട്ടില്ലേ? അതുപോലോത്ത ഒരു ശബ്ദം അവിടുത്തെ ഉൾഭാഗത്ത് നിന്ന് പുറത്തേക്ക് കേൾക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഭക്തിയാണ്. നിസ്കാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധ മാറുന്ന സ്വഭാവം ഇല്ല. നിസ്കാരത്തിലല്ലേ സ്വഹാബത്തിന്റെ ഖുശൂ പോലും തങ്ങൾ നിയന്ത്രിച്ച് പറയുന്നത്. നിസ്കാരം കഴിഞ്ഞിട്ട് തങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ നിസ്കരിക്കുമ്പോ നോട്ടം കൃത്യമാക്കണം, റുക്കൂഉം സുജൂദും ശരിയാക്കണം. നിങ്ങളെ ഭക്തി പോലും നിസ്കാരത്തിൽ ഞാൻ കാണുന്നുണ്ട്. ഭക്തിപൂർവമല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്കാരം? ഏറ്റവും നല്ല ഭക്തിയല്ലേ എവിടുന്ന് പഠിപ്പിച്ചു തന്നത്? അതേ സ്വഹാബിമാര് നല്ല ഭക്തിപൂർവമല്ലേ നിസ്കരിച്ചത്?
ആ ഭക്തിയുടെ ഊക്ക് കണ്ടില്ലേ? ശരീരത്തിന് എന്തെങ്കിലും പരിക്കേൽക്കുന്ന സംഗതി വന്നാലോ അവരാ വിഷയത്തിന് മാറ്റമില്ല, നിസ്കാരത്തിൽ കയ്യഴിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. ഒരു യാത്ര കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും വരുമ്പോ വടിവക്കില് ഒരു സ്ഥലത്ത് അവര് തമ്പടിച്ചു. ഒരു മലഞ്ചെരുവ് കിട്ടിയപ്പോ അവിടെ തമ്പടിച്ചു. ഇന്നിവിടെ കിടന്നിട്ട് നാളെ മദീനത്തേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. തങ്ങൾ ചോദിച്ചു, ആരാണ് കാവൽ നിൽക്കുക? രണ്ട് സഹാബിമാര് കാവലിനായി മുന്നോട്ട് വന്നു. സുബ്ഹിയാകുമ്പോ ഞങ്ങൾ വിളിക്കാം, സഹോദരങ്ങളെ വിളിക്കാമെന്ന് ഏറ്റിട്ടവര് മുന്നോട്ട് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കം എല്ലാവരും വിശ്രമിക്കുകയാണ്, ഉറങ്ങുകയാണ്. ഈ രണ്ട് സ്വഹാബിമാര് സുബഹിന്റെ നേരമാകുമ്പോ വിളിക്കാൻ വേണ്ടി അവരെ നിർത്തിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരാൾ മറ്റൊരാളോട് പറഞ്ഞു, നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ഉറക്കൊഴിച്ച് നിൽക്കേണ്ടതില്ലല്ലോ, ഞാൻ കുറച്ച് ഉറങ്ങിയിട്ട് പിന്നെ നിങ്ങളെ വിളിക്കാം. മറ്റേ സ്വഹാബി പറഞ്ഞു, അതെ ശരി, നിങ്ങൾ ഉറങ്ങിക്കോളൂ, ഞാൻ നിസ്കരിക്കാൻ പോകാണ്. നിസ്കാരം അങ്ങ് തുടങ്ങി. ചെറിയ ഒരു വെളിച്ചമല്ലേ ഉള്ളത്, ആ വെളിച്ചം കത്തിച്ചു വെച്ച് ഈ സ്വഹാബി, കാവൽ നിൽക്കുന്ന സ്വഹാബി നിസ്കരിക്കുന്നു. പരിസരത്തുകൂടെ പോകുന്ന ഒരു ശത്രു നിസ്കരിക്കുന്ന ഒരു സ്വഹാബിയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ നിൽക്കുന്ന രൂപത്തിലേക്ക് അമ്പെയ്ത്ത് നടത്തിപ്പോയി. സുബ്ഹാനല്ലാഹ്. നിസ്കരിക്കുന്ന സ്വഹാബി കയ്യയിച്ചില്ല. രക്തം തുരുതുരാ ഉറ്റി വീണ് താഴെ കിടക്കുന്ന ഒരു സ്വഹാബിയുടെ കാതിലേക്ക് വന്ന് എന്തോ ഒരു വെള്ളം ഇങ്ങനെ ഒലിച്ചു വന്ന് തിരികെ കയറുന്നത് കണ്ടപ്പോ പെട്ടെന്ന് ആ സ്വഹാബി ഉണർന്നുപോയി. തൊട്ടു നോക്കുന്ന നേരത്ത് രക്തമാണ്. എവിടുന്നാ പടച്ചോനെ രക്തം വരുന്നത്? ആ രക്തം ഇങ്ങനെ ഒലിച്ചു വരുന്ന ഭാഗം പോയി നോക്കുമ്പോ ആ സ്വഹാബി സൂറത്തോതി നിസ്കാരത്തിലാണ്. അതേ, അമ്പെയ്തിട്ട് അമ്പ് തറച്ചിട്ട് അങ്ങോട്ട് തിരിച്ചു പോകാതെ തറച്ചു നിൽക്കുന്ന അമ്പിലൂടെ രക്തം ഇങ്ങനെ ഉറ്റി വീഴുന്നു. ആ സ്വഹാബിയെ പിടിച്ച് മാറ്റിയപ്പോൾ, എന്തേ ഇങ്ങനെ അമ്പെയ്ത്ത് വന്ന സമയത്ത് ഒന്ന് വിളിച്ചൂടായിരുന്നില്ലേ? അപ്പൊ നിൽക്കുന്ന സ്വഹാബി പറയുന്നത് എന്താണെന്നറിയോ? ഞാൻ ഓതുന്ന സൂറത്ത് മുറിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ ആ സൂറത്തിന്റെ ആനന്ദത്തിൽ അങ്ങ് മുന്നോട്ട് നീങ്ങിയതാ. സഹോദരങ്ങളെ, ഉറുമ്പ് കടിച്ചാൽ തിരിഞ്ഞു നോക്കുന്ന നോട്ടമല്ല, ഈച്ച വാറിയാൽ ഈച്ചയെ ശ്രദ്ധിക്കുന്ന നോട്ടമല്ല, കൊതുക് വാറിയാൽ കൊതുകിനെ തെരയുന്ന നോട്ടമല്ല. ഒരമ്പ് വന്ന് തറച്ചിട്ട് ഇത്രയും അസഖ്യമായ വേദന പോലും അല്ലാഹുവിനോടുള്ള മുനാജാത്തില് മറന്നുപോയി. എന്തൊരു ഭക്തിയാണ് അവരെ നിസ്കാരത്തിന്! മഹാന്മാരെ നിസ്കാരങ്ങളൊക്കെ അങ്ങനെയല്ലേ? ആ നിസ്കാരം ഭക്തിപൂർവമുള്ള നിസ്കാരം, അത് മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും നല്ലൊരു സ്വഭാവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ സ്വഭാവം, ആ ശൈലി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിലനിർത്തേണ്ടതാണ്. അത്തരം നല്ല ഭക്തിപൂർവമുള്ള നിസ്കാരമുണ്ടോ, ആ നിസ്കാരം കൊണ്ട് എന്തും നേടിയെടുക്കാൻ കഴിയും. ദുനിയാവിലുള്ള ഖൈറും ആഖിറത്തിലുള്ള ഖൈറും എന്തും നേടിയെടുക്കാൻ കഴിയും. ഭക്തിപൂർവമുള്ള നിസ്കാരമാണോ, ഒന്നും പേടിക്കേണ്ടതില്ല. അതുകൊണ്ടല്ലേ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഷാമിലേക്ക് നീങ്ങുമ്പോ തന്റെ കൂടെ സാറ ബീവി റളിയല്ലാഹു അൻഹയുണ്ട്. സാറ ബീവി കാണാൻ നല്ല സൗന്ദര്യമുള്ള പെണ്ണാണ്. സാറ ബീവി റളിയല്ലാഹു അൻഹയും ഇബ്രാഹിം നബിയും ഒരുമിച്ചാണ് ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുന്നത്. ഒരു സ്ഥലത്തെത്തിയപ്പോ അവരെ വാഹനം തടഞ്ഞു നിർത്തി. തടഞ്ഞു നിർത്തിയതാരാണ്? ആ രാജ്യത്തെ രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ പാറാവുകാരനാണ്. എന്തിനാ തടഞ്ഞു നിർത്തിയത്? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വരുന്നു എന്നുള്ള വിവരം രാജാവിന് കിട്ടിയിട്ടുണ്ട്. അതേ, നിങ്ങളെ ഭാര്യയല്ലേ കൂടെയുള്ളത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, അതെന്റെ സഹോദരിയാണ്. സഹോദരിയാണ് എന്ന് പറഞ്ഞു
പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സഹോദരിയാണെന്ന് പറഞ്ഞിട്ടും ഒഴിവാക്കിയില്ല. സഹോദരിയാണ് എന്ന് പറഞ്ഞാൽ സാധാരണ രാജാവ് വിട്ടേക്കാറുണ്ട്. ഭാര്യയാണ് എന്ന് പറഞ്ഞാൽ രാജാവ് വിടൂല. രാജാവ് അവിടെ പിടിച്ചു വെച്ച് രാജാവിന്റെ വൃത്തികേടുകൾ മുഴുവനും ആ പെണ്ണിൽ രാജാവ് ഒന്ന് രുചിച്ചു നോക്കും. അതിനുവേണ്ടി ഇത്തരത്തിലുള്ള സുന്ദരിമാരായ സഹോദരിമാരെ പിടിച്ചു കൊണ്ടുപോകുന്ന ദുർവൃത്തിയുള്ള പതിവുള്ള രാജാവാണ്. ആ രാജാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കൂടെയുള്ളത് സഹോദരിയാണെന്ന് പറഞ്ഞിട്ടും വിട്ടുകൊടുത്തില്ല. കാരണം ബഹുമാനപ്പെട്ട സാറ ബീവി റളിയല്ലാഹു അൻഹാ അതീവ സൗന്ദര്യമുള്ള മഹദിയാണ്. സാറ ബീവിയോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ലൈസ അലാ വജ്ഹിൽ അർളി മുഅ്മിനുൻ വ മുഅ്മിനത്തുൻ ഗൈരി വ ഗൈറുകി. അല്ല സാറ, ഞാൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. ഇപ്പ ഭൂമുഖത്ത് ഞാനും നീയുമല്ലാതെ ഒരു മുഅ്മിൻ വേറെ ഇല്ലല്ലോ. ഈമാനികമായിട്ട് നീ എന്റെ സഹോദരി തന്നെയല്ലേ. അതുകൊണ്ട് ഫലാ തുകദ്ദിബീനി, നീ എന്നെ കളവാക്കിയേക്കല്ലേ. രാജാവിന്റെ ഭൃത്യൻ വന്ന് പിടിച്ചു കൊണ്ടുപോകുമ്പോ സാറ ബീവി റളിയല്ലാഹു അൻഹയോട് പോകാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിർദ്ദേശിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സാറ ബീവി അങ്ങ് പോയപ്പോ നേരെ നിസ്കാരത്തിലങ്ങ് നിന്നു. നിസ്കാരത്തിലേക്ക് നിന്നിട്ട് സുജൂദിൽ അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുവേ ഇന്നി അബ്ദുക വ റസൂലുക, ഞാൻ നിന്റെ അടിമയാണ്, നിന്റെ റസൂലാണ്. അല്ലാഹുവേ, ഞാൻ എന്റെ ഭാര്യയുമായിട്ടുള്ള യാത്രയിലാണ്. ഞാൻ അബദ്ധവും തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അക്രമിയായ രാജാവിന് എന്റെ ഭാര്യയുടെ ശരീരം തൊടാൻ അനുവാദം കൊടുക്കല്ലേ അല്ലാഹ്. നിസ്കാരത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തു പോയി. സാറ ബീവി റളിയല്ലാഹു അൻഹയെ കൊണ്ടുപോയി രാജാവിന്റെ പ്രൈവറ്റ് റൂമിൽ അങ്ങ് അടച്ചു. നല്ല സൗന്ദര്യമുണ്ടെന്ന് ഭൃത്യന്മാര് വന്നിട്ട് രാജാവിനോട് പറഞ്ഞു. എന്തൊരു സൗന്ദര്യമാണ് സാറ ബീവിക്ക്. ആ സാറ ബീവി റളിയല്ലാഹു അൻഹ താമസിക്കുന്ന നിൽക്കുന്ന റൂമിലേക്ക് രാജാവ് അങ്ങ് കടന്നപ്പോ രാജാവ് കാണുന്നത് സാറ ബീവി റളിയല്ലാഹു അൻഹയും നിസ്കാരത്തിലാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് സാറ ബീവി റളിയല്ലാഹു അൻഹ നേരെ ചൊവ്വ ഇരുന്നു. നല്ല അറ്റൻഷനോടെ, നല്ല ഉന്മേഷത്തോടെ ഇരുന്നു. രാജാവ് സാറാ ബീവിയെ ഒന്ന് സ്പർശിക്കാൻ കൈപൊക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, കൈ തളർന്നുപോയി. പൊങ്ങിയ കൈയിന് അതാ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയി. ഇടത്തെ കൈ ഉയർത്തിയപ്പോ ഇടത്തെ കൈയും തളർന്നുപോയി. ശരീരത്തിന്റെ ഭാഗങ്ങൾക്ക് മുഴുവനും വേദന അനുഭവപ്പെട്ടു പോയി. സാറ ബീവിയോട് പറഞ്ഞു, നിന്നെ ഞാനൊന്നും ചെയ്യില്ല, എന്നെ ശിക്ഷിക്കാൻ നീ പ്രാർത്ഥിക്കരുത്, എന്നെ രക്ഷപ്പെടുത്തി തരണം. സാറ ബീവി റളിയല്ലാഹു അൻഹ, സാരമില്ല, ഞാൻ നിങ്ങൾക്ക് മാപ്പ് തരാം, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞു. ആശ്വാസം കിട്ടിയ രാജാവ് പോകുന്നതിന് പകരം രണ്ടാമതും പുറത്തുപോയി നല്ല വസ്ത്രം ധരിച്ച് ഉന്മേഷവാനായി വന്ന് സാറ ബീവിയുടെ ശരീരം തൊടാൻ നോക്കിയപ്പോ നേരത്തെ ഉണ്ടായതിനേക്കാളും മാരകമായ രീതിയിലും അവസ്ഥ വന്നു. ചിത്തഭ്രമം സംഭവിക്കുന്ന രൂപത്തില് ഭ്രാന്തിന്റെ പല മോഡലും രാജാവിന് പിടികൂടിപ്പോയി. രാജാവ് ഞാൻ മരിക്കുകയാണോ എന്ന് വരെ ചിന്തിച്ചുപോയി. പറഞ്ഞു, സാറാ, എന്നെ രക്ഷപ്പെടുത്തണം, നിന്നെ ഞാനൊന്നും ചെയ്യില്ല. മൂന്നാമതും അങ്ങനെ ഒരു പരീക്ഷണം രാജാവ് നോക്കി. 3 സമയത്തും ശരീരം തൊടാൻ പറ്റാതെ പരാജിതനായി രാജാവ് പുറത്തു വന്നു. വന്നിട്ട് ഭൃത്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്റെ അടുത്തേക്ക് കൊണ്ടുവന്നത് അതൊരു മനുഷ്യനെ അല്ല, അതൊരു ജിന്നാണെന്ന് തോന്നുന്നു. തൊടാൻ പോലും എനിക്ക് പറ്റിയില്ലല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞേക്കണം,
നമ്മുടെ അടിമയായ ഹാജർ ബീവി ഉണ്ടല്ലോ, അവരെ സമ്മാനമായി കൊടുത്തേക്കൂ. ഞാനാണ് പരാജയപ്പെട്ടത്, ആ പെണ്ണ് വിജയിച്ചിരിക്കുകയാണ്. സാറ ബീവി റളിയല്ലാഹു അൻഹാ കിട്ടിയ സമ്മാനമായ ഹാജർ ബീവിയെയും കൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുത്തെത്തുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സുജൂദിലാണ്. സുജൂദിൽ നിന്ന് തലപൊക്കിയിട്ട് സലാം വീട്ടിയിട്ട് ചോദിച്ചു, സാറാ, നിന്റെ ശരീരം തൊടാൻ അവന് കഴിഞ്ഞിട്ടില്ലല്ലോ? ഇല്ലേ, ഇല്ല. ഭക്തിപൂർവ നിസ്കാരമുണ്ടോ? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഭക്തിപൂർവമുള്ള നിസ്കാരമുണ്ടോ? ഒരക്രമിയും തൊടൂല, ഒരു നഷ്ടവും സംഭവിക്കൂല, എല്ലാ രംഗങ്ങളിലും വിജയം തന്നെ. ബദറിലും വിജയിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിസ്കാരത്തിലെ പ്രാർത്ഥനയല്ലേ, സുജൂദിലല്ലേ മുത്ത് നബി തങ്ങൾ ദുആ ചെയ്തത്? അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബത ഫലാ തുഅബദു അബദാ. ഈ ന്യൂനപക്ഷത്തെ നീ തകർക്കുകയാണെങ്കിൽ ഭൂമിയിൽ നിന്റെ ഇബാദത്ത് എടുക്കാൻ ആളുണ്ടാകൂല. അല്ലാഹു ആ ദുആഇന് ഉത്തരം നൽകിയില്ലേ? ചരിത്രത്തിൽ ഒരു നബിക്കും കൊടുക്കാത്ത സഹായം മലക്കുകളെ ഇറക്കിക്കൊടുത്ത അല്ലാഹു സഹായിച്ചില്ലേ? എത്ര നബിമാര് ലോകത്ത് വന്നിട്ടുണ്ട്, ഏതെങ്കിലും ആളുകൾക്ക് ഇങ്ങനെ മലക്കുകളെ ഇറക്കിക്കൊടുത്തൊരു സഹായം അല്ലാഹു ചെയ്തിട്ടുണ്ടോ? ഇല്ലേ, ഇല്ല. അത്രയും വലിയ ഒരു സഹായം നൽകാൻ നിമിത്തമായത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരത്തിലെ ഭക്തി സാന്ദ്രമായ പ്രാർത്ഥനയാണ്. ഭക്തിപൂർവമുള്ള നിസ്കാരം വേണം, അതെല്ലാവരും നിലനിർത്തണം. അത് വിജയത്തിന്റെ വലിയൊരു ലക്ഷണമാണ്, അടയാളമാണ്. നിസ്കരിച്ചാല് മാത്രം മതിയോ? പോരാ. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. അനാവശ്യങ്ങളിൽ നിന്ന് മാറിക്കളയണം. ഒരൊറ്റ അനാവശ്യത്തിലേക്കും സമയം ചെലവഴിക്കരുത്, സമ്പത്ത് ചെലവഴിക്കരുത്, ശരീരം ചെലവഴിക്കരുത്, വികാര വിചാരങ്ങൾ ചെലവഴിച്ചേക്കരുത്. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. ഒരനാവശ്യമായ ശബ്ദം പോലും കേൾക്കാതെ മാറി നിന്ന നേതാവാണ് സയ്യിദുൽ അംബിയാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഉമ്മമാരോട് പറയട്ടെ, ഉപ്പമാരോട് പറയട്ടെ, ചെറുപ്പക്കാരോട് ചെറുപ്പക്കാരികളോട് പറയട്ടെ, ഇപ്പത്തെ കാലത്തുള്ള ആളുകൾ മരിക്കുമ്പോ ഈമാൻ കിട്ടി മരിക്കാൻ പ്രയാസമാണ്. കാരണം നിങ്ങൾ ഓരോ വീട്ടിലും കയറി പരിശോധിച്ചു നോക്ക്. ഉറൂസ് കഴിഞ്ഞു പോയാലും, വേറെന്ത് സംഗതി കഴിഞ്ഞു പോയാലും, നിസ്കാരം കഴിഞ്ഞു പോയാലും, മത്തഹിയ തറാവീഹ് കഴിഞ്ഞു പോയാലും ഒക്കെ കിടക്കുമ്പോ രാവിലെ വരെ അവരെ കാതിലേക്ക് ഘടിപ്പിച്ചു വെച്ചിരിക്കുന്നത് മുസ്ലിമായ മനുഷ്യൻ കേൾക്കൽ നിഷിദ്ധമായ ഹറാമായ ശബ്ദ സംഗീതങ്ങളുടെ ശബ്ദകോശങ്ങൾ കേട്ടിട്ടാണ് സഹോദരങ്ങളെ പലരും ഉറങ്ങുന്നത്. എങ്ങനെ ഈമാൻ കിട്ടി മരിക്കാനാണ്? അവരെ കാതിൽ കൊളത്തി വെച്ച ആ ചെറിയ ആ ശബ്ദസാഗരം ഒന്ന് പുറത്തേക്കൊന്ന് വലിച്ചൂരിയെടുത്താൽ ഒരു മുസ്ലിമിന് കേൾക്കാൻ പറ്റാത്ത നെറുകേടുകളാണ് അതിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അനാവശ്യമായ ഒരു ശബ്ദവും കേൾക്കരുത്. മ്യൂസിക് കേൾക്കൽ ഹറാമാണ്. തത്തുല്യമായ ശബ്ദസാഗരങ്ങൾ കേൾക്കുന്നതൊക്കെ നിഷിദ്ധമാണ്. മുസ്ലിമിന് കേൾക്കാൻ പറ്റിയ ഒരു ശബ്ദമുണ്ടെങ്കിൽ ദഫിന്റെ ശബ്ദം മാത്രമേ ഉള്ളൂ. ദഫ് മുട്ട് മുസ്ലിമിന് കേൾക്കൽ സുന്നത്താണ്, അതിന് കുഴപ്പമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കേട്ടിട്ടുണ്ട്, കേൾക്കാൻ പ്രചോദനം നൽകിയിട്ടുണ്ട്. വേറെ കുറെ മുട്ടുകളുണ്ട്, അതിന്റെ മസലൊന്നും എനിക്കറിയില്ല, അത് അതിലേക്ക് ചേർത്ത് വായിക്കുകയും വേണ്ട. ഉണ്ടാക്കി കൂട്ടുന്ന കുറെ മുട്ടുകളുണ്ട്, അതിന്റെ വർത്താനല്ല ഞാൻ പറഞ്ഞു. അതും മറ്റേതൊക്കെ കണക്കന്നെ. ദഫ് എന്ന് പറഞ്ഞാൽ റബീഉൽ അവ്വലിൽ കുട്ടികൾ മുട്ടുന്ന ദഫ് കണ്ടില്ലേ? ഇവിടെ ദഫ് മുട്ടല്ലേ? അതന്നെ ദഫ്. ദഫ് റാത്തീബ് ഉണ്ടാകുമല്ലോ ഇവിടൊക്കെ. ആ ഉണ്ട്, ആ ദഫ്. അത് കേൾക്കൽ സുന്നത്തായ ശബ്ദം. എന്തെല്ലാമാണ് ഒരു മുസ്ലിമിന്റെ വീട്ടിൽ 4 റൂമുണ്ടെങ്കിൽ 4 റൂമിലും സിനിമ അല്ലേ, 4 റൂമിലും മ്യൂസിക് അല്ലേ?
എങ്ങനെ ബർക്കത്തുണ്ടാകാനാണ്? എങ്ങനെ വിജയിക്കാനാണ്? കേൾക്കാൻ പറ്റാത്ത ഒരു ശബ്ദം പോലും കേൾക്കാതെ മാറി നിൽക്കണം. കാണാൻ പറ്റാത്ത ഒരു രംഗം കാണാൻ കഴിയില്ലെങ്കിൽ മാറി നിൽക്കണം. മാറി നിൽക്കുന്നവനാണ് മുസ്ലിം മുഅ്മിൻ. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. അനാവശ്യങ്ങളെ അവഗണിക്കുന്നവൻ, അനാവശ്യ ശബ്ദകോശങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവൻ, അനാവശ്യമായ ഏർപ്പാടുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവൻ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഒരു യാത്ര പോകുന്നത് ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ചെറിയ കുട്ടിയാണ്, ചെറുപ്പക്കാരനാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ഞാൻ പോകുമ്പോ മുളവടി കൊണ്ട് തല്ലുന്നൊരു ശബ്ദം കേട്ടു. ബക്കറ്റ് വരുന്നുണ്ട്. വള്ളം കോരാനല്ല, നല്ല സംഭാവന ഇട്ട് കൊടുക്കാനല്ല, നല്ല സംഭാവന ഇട്ട് കൊടുക്കണം എല്ലാവരും. അതേ മുളവടി കൊണ്ട് കളിക്കുന്ന ഒരു ശബ്ദം കേട്ടു. നമ്മളെ നാട്ടിലാണെങ്കിൽ അതിന് പേരൊരു പക്ഷേ പറയും കോൽക്കളി എന്ന്. അങ്ങനെ ഒരു കളിയുടെ ശബ്ദം കേട്ടപ്പോ, മുളവടി കൊണ്ട് കളിക്കുന്ന ശബ്ദം കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ രണ്ടുവിരലും കാതിലേക്ക് വെച്ചിട്ട് കാതു പൊത്തിപ്പോയി. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുയുടെ കൂടെ നടക്കുമ്പോ ചോദിക്കുന്നു ഇബ്നു ഉമർ തങ്ങളോട്, ഹൽ സമീഅത ശൈആ, ഹൽ സമീഅത ശൈആ, വല്ലതും കേൾക്കുന്നുണ്ടോ, വല്ലതും കേൾക്കുന്നുണ്ടോ? കുറെ അങ്ങ് നടന്നിട്ട് ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് രണ്ട് കാതിൽ നിന്നും കൈയെടുത്തത്. എന്താണ് നമുക്ക് പഠിപ്പിക്കുന്നത്? കേൾക്കാൻ പറ്റാത്തതിൽ നിന്ന് മാറി നിൽക്കണം. കേൾക്കാൻ പറ്റാത്തത് കാതുകൊണ്ട് കേട്ടേക്കരുത്. കാതും അള്ളാഹു നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് ചെയ്യേണ്ട നന്ദിയാണ് അതുകൊണ്ട് ചെയ്യേണ്ടത്. ആ നന്ദിയിൽപ്പെട്ട ഒന്നാണ് കേൾക്കാൻ പാടില്ലാത്തതിൽ നിന്ന് കാതിനെ സംരക്ഷിക്കുക. കോമഡി കേൾക്കുന്നതൊക്കെ ചിലർക്ക് നിത്യമായ ഒരു ഇബാദത്ത് പോലെയാണ്. ഒരു ദിവസം ഒരു കോമഡി, രണ്ട് കോമഡി, സുബ്ഹാനല്ലാഹ്, ചിലരതിലും അപ്പുറമാണ്, സെക്സിലേക്കാണ് എത്തിയിരിക്കുന്നത്. നെറുകേടാണ്, അനാവശ്യമാണ്, ഹറാമാണ്. ഇതിലേക്കല്ലേ ചില ആളുകൾ പോകുന്നത്. എന്തെല്ലാമാണ് മനുഷ്യന്മാര് കേൾക്കുന്നത്, എന്തെല്ലാം കേൾക്കാനാണ് ആളുകൾ പലതും പറഞ്ഞ് കാശുണ്ടാക്കുന്നത്. നഊദു ബില്ലാഹ്, കേൾക്കൽ ഹറാമായത്, ഹലാലല്ലാത്ത ഒന്നിലേക്കും കാതിനെ കൊണ്ടുപോകണ്ട. അപ്പുറത്ത് കിടക്കുന്ന ഉമ്മ അറിഞ്ഞില്ലെങ്കിലും ഇപ്പുറത്ത് കിടക്കുന്ന ഭാര്യ അറിഞ്ഞില്ലെങ്കിലും എല്ലാം വെളിവാകുന്ന ഒരു സമയത്ത് നമ്മൾ കുടുങ്ങിപ്പോകുന്ന ഒരു രംഗം വരാനുണ്ട്. കാതിനെയും ശ്രദ്ധിക്കേണ്ടതാണ്, അതുപോലെയുള്ള സംഗതികളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു സ്ഥലത്ത് കുറെ ചെറുപ്പക്കാര് കൂടിയിട്ട് അതേ വിനോദത്തിന്റെ ലഹരിയില്, കളിയുടെ ലഹരിയില് മതിമറന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരൊറ്റ മിനിറ്റ് പോലും അവിടെ നോക്കി നിൽക്കാതെ വാഹനം സ്പീഡിൽ വിട്ടുകൊണ്ട് വീട്ടിലേക്ക് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വന്നപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പ്രശംസിച്ച് പറഞ്ഞില്ലേ, ഇൻ അസ്ബഹ ഇബ്നു മസ്ഊദിൻ ലകരീമാ. ഇബ്നു മസ്ഊദ് തങ്ങൾ നല്ല മഹത്വമുള്ള മഹാനാണ്, നല്ല മാന്യത കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. നോക്കി നിൽക്കാതെ പോകുന്നത് കൊണ്ടാണ് ആ മാന്യത കിട്ടിയത്, ആ മഹത്വം കിട്ടിയത്. നമ്മുടെ വിലപ്പെട്ട സമയം അതിനു വേണ്ടി തുലക്കാനുള്ളതല്ല. അത് നിങ്ങൾക്കാർക്കും സ്വന്തമായി ഉണ്ടാക്കാൻ പറ്റുന്നതല്ല. സമയം അല്ലാഹു തന്ന അനുഗ്രഹമാണ്. അത് ഉപയോഗിക്കേണ്ടതിനെ ഉപയോഗിക്കാവൂ. കോൽക്കളിയുടെ ശബ്ദം കേട്ടിട്ട് മുത്തുനബി തങ്ങൾ കാതുപൊത്തിയപ്പോ പിൽക്കാലത്ത് വർഷങ്ങൾക്ക് ശേഷം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ വീണ വിളിയുടെ ശബ്ദം കേട്ടപ്പോ ഇതേ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മഹാനവർകൾ കാതുപൊത്തിപ്പോയി. കേൾക്കാത്ത സ്ഥലം വന്നപ്പോഴാണ് കാതിൽ നിന്ന് കൈയെടുത്തു പോയത്. മുഅ്മിനീങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സ്വഭാവമാണത്. അതേ, ഞാനിപ്പോ പരത്തി പറയുന്നില്ല, നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും കൂടുതൽ ആളുകൾ പെട്ടുപോയിരിക്കുന്നത്, തകർന്നു പോയിരിക്കുന്നത്, പ്രായം അങ്ങേ അറ്റത്ത് 65 75 ഒക്കെ ആയ ആളുകൾ വരെ ചിലപ്പോഴൊക്കെ കണ്ടാൽ അത്ഭുതം തോന്നിപ്പോകും. സുബ്ഹാനല്ലാഹ്, ഇതിന്റെ അഡിക്റ്റായി മാറിയിരിക്കുന്നു.
നല്ലത് കേൾക്കുക. എത്ര കേട്ടാലും മടുപ്പ് വരാത്ത ഒരു ശബ്ദം ലോകത്തുണ്ട്. അത് ഖുർആനിന്റെ ശബ്ദവീജിയാണ്. മുത്തുനബി തങ്ങൾ പലപ്പോഴും കേൾക്കാൻ വേണ്ടി കൊതിച്ചതാണ്. സ്വഹാബത്തിനെ വിളിച്ച് ഓദിപ്പിച്ചതാണ്. എത്രയോ കേട്ടിട്ട് കരഞ്ഞു പോയതാണ്. കേൾക്കാൻ ഏറ്റവും കൂടുതൽ ലോകത്ത് ആഗ്രഹമുള്ളതും ആനന്ദമുള്ളതും ഖുർആനല്ലേ. ഖുർആന് പോലെ മധുരമുള്ളൊരു ശബ്ദം ലോകത്ത് വേറെയുണ്ടോ? ലക്ഷക്കണക്കിന് ആള് ഒരുമിച്ച് കൂടി നിന്ന് പങ്കെടുക്കുന്ന ഹറമിലെ നിസ്കാരം 40 ലക്ഷം ആളുകൾ വരെ ഒരു ജമാഅത്തിൽ സംബന്ധിച്ച് ഒരു ഇമാമിന്റെ ഓത്ത് ശവിക്കുന്ന സുന്ദരമായൊരവസ്ഥ ലോകത്ത് വേറെ ഏതെങ്കിലും ഒന്നിനുണ്ടോ? അതുപോലെ രാഗം തരുന്ന, അതുപോലെ ഈണം തരുന്ന, അതുപോലെ മടുക്കാത്ത ശബ്ദം തരുന്ന എന്തെങ്കിലും ഒന്ന് ലോകത്തുണ്ടോ? ഇല്ലേ, ഇല്ല. കേൾക്കാൻ ഏറ്റവും സൗന്ദര്യമുള്ളത് ഖുർആനാണ്. അതുകൊണ്ടല്ലേ അല്ലാഹു പറഞ്ഞത്, അല്ലാഹു നസ്സല അഹ്സനൽ ഹദീദി കിതാബൻ മുതശാബിഹൻ മസാനിയ തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്. ഖുർആൻ കേട്ടിട്ട് മനസ്സും ശരീരവും ആനന്ദതുന്തിലമായി. നടക്കുന്ന ഓപ്പറേഷൻ വരെ അറിയാത്ത മഹാന്മാരുണ്ടായില്ലേ? ഞാൻ ബർക്കത്തിനൊരൊറ്റ സംഭവം ഉദ്ധരിച്ച് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. 3 അടയാളങ്ങളാണ് ചുരുക്കി എണ്ണി പറഞ്ഞത്. അതിലൊന്ന് ഈമാനാണ്, രണ്ടാമത്തെ ഒന്ന് ഭക്തിസാന്ദ്രമായ നിസ്കാരമാണ്, മൂന്നാമത്തെ ഒന്ന് അനാവശ്യങ്ങളിൽ നിന്ന് അവഗണിച്ച് നിൽക്കുന്ന, മാറി നിൽക്കുന്ന ശരീരമാണ്. പിന്നെയും അതിന്റെ തായോട്ട് വീണ്ടും കുറെ അടയാളങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെ പിന്നെ ഏതെങ്കിലും സദസ്സിൽ പറയാം. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. കേട്ടിട്ടില്ലേ നിങ്ങൾ ലോക പ്രശസ്ത പണ്ഡിതനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു? അവരുടെ ഉസ്താദാണ് ഇമാം അബുൽ ആലി റളിയല്ലാഹു അൻഹു. വലിയ പണ്ഡിതനാണ് ഇമാം അബുൽ ആലി റളിയല്ലാഹു അൻഹു. മഹാനവർകൾ സുബ്ഹാനല്ലാഹ് ദമസ്കസിലേക്ക് അതേ ഒരു ചർച്ചയ്ക്ക് വേണ്ടി, രാജാവിനോട് ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു യാത്ര ചെയ്തപ്പോ വടിവക്കിൽ നിന്ന് എവിടുന്നോ ഒരു പ്രാണി കാലിൽ കടിച്ചുപോയി. രാജാവിന്റെ അടുത്തെത്താൻ നേരത്ത് കാല് മുഴുവനും വണ്ണം വെച്ച് വീർത്തുപോയി. നടക്കാൻ കഴിയുന്നില്ല, സ്വസ്ഥമായി ഇരിക്കാൻ കഴിയുന്നില്ല. അസഖ്യമായ വേദന തന്നെ. രാജാവ് പെട്ടെന്ന് വിദഗ്ധന്മാരായ ഡോക്ടർമാരെ കൊണ്ടുവന്നു. ഞെരിയാണിയുടെ ഭാഗത്ത് കടിച്ച പുഴുവിന്റെ ആ ഭാഗം, അതിന്റെ ചെറിയ വൈറസ് മേലോട്ട് 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 അങ്ങനെ കയറിയിട്ട് കാലിങ്ങനെ വലുതായി വികസിച്ച് വീർത്തു വന്നിട്ടുണ്ട്. അവിടെയൊക്കെ വേദനിക്കുന്നുണ്ട്. ഇമാമുൽ അബുൽ ആലി റളിയല്ലാഹു അൻഹുവിന്റെ കാല് വൈദ്യന്മാര് പരിശോധിച്ചിട്ട് പറഞ്ഞു, എവിടെയാണോ ഇപ്പൊ നിറം മാറിയെത്തിയത് അവിടെ നിന്ന് അങ്ങോട്ട് മുറിച്ചു കളയാതെ മാറ്റമില്ല. മുറിച്ചു കളയാതിരുന്നാല് ആ വൈറസ് മേലോട്ടങ്ങനെ പടർന്നു പിടിച്ചാല് ശരീരമാസകലം രോഗം പടർന്നു പോകും. പിന്നെ ഇടങ്ങേറായി കുടുങ്ങിപ്പോകും, മരണത്തിന് കീഴടങ്ങേണ്ടി വരും. അതേ ഇമാം അബുൽ ആലി റളിയല്ലാഹു അൻഹുവിനോട് കാല് മുറിച്ചു മാറ്റണമെന്ന് പറഞ്ഞപ്പോ മഹാനവറുകൾ പേടിച്ചില്ല. അബുൽ ആലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, രാജാവേ, എന്റെ കാല് മുറിച്ചിട്ടാണോ എന്റെ രോഗത്തിന് ശമനം? എന്നാലും മുറിച്ചോളൂ, എനിക്കൊരു പരാതിയും ഇല്ല. ഈ വലിയ പണ്ഡിതന്റെ കാല് മുറിക്കാൻ നോക്കുന്ന ഡോക്ടർമാര് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ ബുദ്ധി ഒന്ന് മയക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പാനീയം നിങ്ങൾക്ക് കുടിപ്പിക്കട്ടെയോ? അബുൽ ആലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്തെങ്കിലും കുടിപ്പിച്ചിട്ട് എന്റെ ബുദ്ധി മയക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഞാൻ വേദന അറിയുന്നതിന് എന്തെങ്കിലും ഒരു പ്രയാസം നിങ്ങൾക്കുണ്ടെങ്കിൽ അഹ്ദിറൂലി ഖാരിഅൻ യുത്ഖിനു ബികിതാബില്ലാഹ്, നല്ലൊരു ഓത്ത്
ഓത്തുകാരനെ കൊണ്ടുവന്ന് എന്റെ മുന്നിൽ നിർത്തണം. അദ്ദേഹം അങ്ങ് ഖുർആൻ ഓതുമ്പോ എന്റെ ശരീരത്തിന്റെ രോമകൂപങ്ങളൊക്കെ എടുത്തു പിടിച്ച് ഞാൻ നല്ല ആവേശത്തിലും ഉന്മേഷത്തിലും നിൽക്കുമ്പോ എന്റെ കാല് പച്ചയായി മുറിച്ചോളൂ, വേദന ഞാൻ അറിയൂല. സുബ്ഹാനല്ലാഹ്. അബുൽ ആലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ നല്ല ഭംഗിയിൽ ഖുർആൻ ഓതുന്നൊരു ഖാരിയിനെ മഹാനവറുകളുടെ സവിധത്തിൽ അവിടെ ഹാജരാക്കിയിട്ട് ആ ഖാരി അങ്ങ് ഓത്തു തുടർന്നപ്പോ അബുൽ ആലി റളിയല്ലാഹു അൻഹുവിന്റെ മുഖമതാ ഖുർആൻ ഓത്ത് കേട്ടിട്ട് അവിടുത്തെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും എടുത്തു പിടിച്ചു ഉയർന്നു വരുന്നു. തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്. അവരുടെ ബോഡിയും അവരുടെ ശരീരത്തിന്റെ തൊലിയും അള്ളാഹുവിന്റെ ദിക്റിലേക്ക് ഇങ്ങനെ മാർദ്ദവമായി മയപ്പെട്ട് ആനന്ദ തുന്തിലമായി കൊണ്ടിരിക്കും എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ ശരീരം എടുത്തു പിടിച്ച് നല്ല ആനന്ദത്തിലെത്തിയപ്പോ മുന്നോട്ട് വെച്ചിരിക്കുന്ന കാലിന്റെ ഭാഗം മുട്ടിന്റെ അടിഭാഗത്ത് നിന്ന് പച്ചയായി മുറിച്ചങ്ങ് മാറ്റി. ഒന്നനങ്ങുക പോലും ചെയ്തില്ല, ഒന്ന് ശബ്ദിച്ചില്ല. അല്ലാഹ് എന്നൊരു വേദന കൊണ്ടൊരു വാക്ക് പോലും അബുൽ ആലിയ തങ്ങൾ പറഞ്ഞില്ല. ഖുർആൻ ഓത്ത് നിർത്തിയപ്പോ അബുൽ ആലി റളിയല്ലാഹു അൻഹു കണ്ണു തുറന്നു നോക്കുമ്പോ ഖുർആനോത്തിന്റെ ആനന്ദത്തിൽ മഹാനവറുകളിൽ ലയിച്ചു ചേർന്നതിന് ശേഷം കാല് മുറിച്ചോ എന്നറിയാൻ വേണ്ടി നോക്കുമ്പോ മുറിക്കൽ കഴിഞ്ഞ് കാലിന് കെട്ടുവെച്ചിട്ടുണ്ട്. ഡോക്ടർമാർ ചോദിച്ചു, വല്ലാത്ത സംഭവം തന്നെ, ഒന്ന് അനങ്ങിയില്ലല്ലോ, ഒന്ന് പടച്ചില്ലല്ലോ. മഹാനവറുകൾ പറഞ്ഞു, ശഗലനീ ബർദു ഹുബ്ബില്ലാഹ്. അള്ളാഹുവിന്റെ ഖുർആൻ കേട്ടിട്ട് അള്ളാഹുവിനോടുള്ള ഹുബ്ബിന്റെ തണുപ്പ് എന്റെ മനസ്സിനെ പിടിച്ചങ്ങ് ജോലിയാക്കി കളഞ്ഞപ്പോ ഭൗതിക ലോകത്ത് അനുഭവിക്കുന്ന വേദന ഞാൻ അനുഭവിച്ചില്ല. സഹോദരങ്ങളെ, സക്രാത്തിന്റെ ഹാലിൽ കഴിയുന്ന നേരത്ത് ഒരാൾ ഖുർആൻ ഓതിയിട്ടാണ് മരിക്കുന്നതെങ്കിൽ, അതും സൂറത്ത് യാസീൻ ഓതിയിട്ടാ മരിക്കുന്നതെങ്കിൽ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലാ യമൂതു ഹത്താ യറാ മഖഅദഹു മിനൽ ജന്ന. സ്വർഗ്ഗലോകത്ത് പോയിരിക്കാനുള്ള സീറ്റ് കാണുന്നത് വരെ ആ മനുഷ്യൻ മരിക്കൂല, മരണവേദന അനുഭവിക്കൂല. കേൾക്കാൻ ഏറ്റവും സൗന്ദര്യമുള്ള ഖുർആൻ കേൾക്കുക, അതിലേക്ക് മനസ്സിനെ കീഴ്പ്പെടുത്തുക, മനസ്സിനെയും ശരീരത്തെയും അതിന്റെ അഡിക്റ്റാകുക. മുത്തുനബി തങ്ങളുടെ മദ്ഹ് ധാരാളം കേൾക്കുക, കേൾക്കാൻ നിർബന്ധവും സുന്നത്തുമായ ഇൽമുകളൊക്കെ കേട്ടുപഠിക്കുക. അനാവശ്യ ശബ്ദകോശങ്ങളിൽ നിന്ന് കാതിനെ സലാമത്താക്കുക. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിവസത്തിൽ നമ്മൾ തകർന്ന് തരിപ്പണമായി പോകരുത്. അല്ലാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ. നമ്മുടെ ഈ മജ്ലിസ് ദുആഇന് ഇജാബത്തുള്ള നല്ല സദസ്സായി അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവരും അടുത്തേക്ക് വരും. ഇൻഷാ അല്ലാഹ് ചെറിയൊരു ദുആ നടത്തി ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സ് ദുആഇന് ഇജാബത്തുള്ള നല്ല സദസ്സായി സ്വീകരിക്കുമാറാകട്ടെ. ഒന്ന് കസേര അടുത്തേക്ക് ഇട്ടാൽ മതി, നിൽക്കണമെന്നില്ല. ഒന്ന് അടുത്തേക്ക് ഒന്ന് ആമീൻ കേൾക്കാനാണ്. അല്ല നിങ്ങൾ നിർത്തിയിട്ട് ദ്വാരക്കാനുള്ള പൂതിയൊന്നും എനിക്കില്ല. നിങ്ങളൊക്കെ നിർത്തിയിട്ട് ഞാൻ അങ്ങനെ വലിയ ബഹുമാനമുള്ള ആളായിട്ട് നിൽക്കാനൊന്നുമല്ല. ഒന്ന് അടുത്തേക്ക് വരാൻ, ആമീൻ കേൾക്കാൻ ഒന്ന് അടുത്തേക്ക് ഇരുന്നാൽ മതി. അല്ലാഹു നമ്മുടെ സദസ്സ് ദുആക്ക് ഇജാബത്തോടെ അന്തിയുറങ്ങുന്ന മഹാനവർകൾ, അതുപോലെ അന്തിയുറങ്ങുന്ന മഹാനവർകൾ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ബാബാ ഫഖറുദ്ദീൻ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ ഉറൂസാണ് ഇവിടെ നടക്കുന്നത്.
752-ാമത്തെ ഉറൂസ്. സുബ്ഹാനല്ലാഹ്, എത്ര നൂറ്റാണ്ടുകളായി! 7 നൂറ്റാണ്ട് കഴിഞ്ഞു, 7 നൂറ്റാണ്ട് കഴിഞ്ഞു. അവരുടെ മദതും അവരുടെ ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മുടെ സദസ്സ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അവരുടെ ഹുളൂറ് ആകട്ടെ, അവരുടെ ഹുളൂറ് നമ്മുടെ എല്ലാ മജ്‌ലിസുകളിലും അല്ലാഹു ദായിമാക്കി തരട്ടെ. ഈ സിയാറത്തിന് വരുന്ന, ഉറൂസിന് വരുന്ന മുഴുവൻ ആളുകളുടെയും ലക്ഷ്യങ്ങൾ, ഹലാലായ ഉദ്ദേശങ്ങൾ, വിഷമങ്ങൾ, പ്രശ്നങ്ങൾ ഒക്കെ പരിഹരിച്ച് എല്ലാ ലക്ഷ്യങ്ങളും അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കട്ടെ. എത്രയോ രോഗികൾ ആ കൂട്ടത്തിലുണ്ട്, ചെറുതും വലുതുമായ രോഗികളായി രോഗം അനുഭവിക്കുന്ന ആളുകൾ. അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, കുട്ടികളുണ്ട്, പ്രായം ചെന്നവരുണ്ട്. എല്ലാവരുടെയും വിഷമാവസ്ഥകളൊക്കെ അല്ലാഹു പരിഹരിച്ച് നല്ല ആഫിയത്തും സിഹത്തും സലാമത്തും അല്ലാഹു ഏറ്റിക്കൊടുക്കട്ടെ. നമ്മുടെ മജ്‌ലിസ് ദുആഇന് ഇജാബത്തുള്ള നല്ല സദസ്സായി അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഒരു 2-3 വരി മദ്ഹ് ചൊല്ലി ഇൻഷാ അല്ലാഹ് ദുആർക്ക്. ഒന്ന് നിന്നിട്ട് മദ്ഹ് ചൊല്ലിക്കഴിഞ്ഞ് ഒന്നിരിക്കുക. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. സുർലരിഹൽ മുസ്തഫാ വസിദ് ഇഖാമതൻ ബിഹി. زرت حميم ساويا أن قلبك زلزال زال. الصلاة والسلام عليك يا رسول الله.